How are you, Safwan? Long time. സാർ ഇപ്പോ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? ഒക്കെ സെറ്റാണ്, നല്ല ക്ലിയർ ആണ്. ഓക്കെ. ഇത്രയും സെറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയും ഓഡിയോയും സെഷൻ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല ഓൺലൈനിൽ. സാധാരണ എല്ലാവരും ഫോണിൽ ആ പോർട്രേറ്റ് ആയിട്ട് വെക്കാറ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ദിസ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. ഒരു സ്റ്റേബിൾ ആയിട്ട് സ്ഥലത്ത് കൊണ്ടേ ഫോണും വെച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ഫോർമാറ്റിലും. എന്തൊക്കെയാ വർത്താനം? ഹൗ ആർ യു? ഫൈൻ, അൽഹംദുലില്ലാ. ടു ദി ഓഡിയൻസ്, ഞാൻ സാധാരണ ഓരോ എക്സാംസ് കഴിയുമ്പോഴും സക്സസ് സ്റ്റോറീസ് എന്നുള്ള സീരീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പല ടൈപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പാർട്ടിസിപ്പൻസ് വരാറുണ്ട് അതിൽ. ലൈക്ക് കഴിഞ്ഞ വട്ടം വി ഹാഡ് കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച സ്റ്റുഡൻസ്, 3 ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച സ്റ്റുഡൻസിൻ്റെയും ഇൻ്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിന് മുന്നത്തെ വട്ടം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഷീസ് എ മദർ ഓഫ് 2 കിഡ്സ്, 4 അറ്റംപ്റ്റ് എടുത്തിട്ട് CA പാസ്സായ സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് റാങ്ക് ഹോൾഡറിൻ്റെയും ഒരുപാട് സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തേത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ടു യു സഫ്വാൻ. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആള്. ഇന്ന് CA ഇൻ്റർമീഡിയറ്റ് ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഗ്രാജുവേറ്റ് ആയത് ഒരു അറ്റംപ്റ്റ് എടുത്തിട്ടല്ല, അല്ലെങ്കിൽ 2 3 5 അറ്റംപ്റ്റ് ഒന്നും എടുത്തിട്ടൊന്നുമല്ല. എത്ര അറ്റംപ്റ്റ് ആവുന്നുള്ള സഫ്വാൻ തന്നെ പറയും. സോ ദിസ് സെഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ദോസ് ഹു ആർ ലൈക്ക്, സാറാ ഞാനിതിപ്പോൾ ഒരുപാട് അറ്റംപ്റ്റ് ആയി, CA കോഴ്സ് എനിക്കുള്ളതാണോ, അതല്ലെങ്കിൽ റിസൾട്ട് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സിനെ പേടിച്ചിട്ട് ഇത് പല സെഷൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഓവർ ടു യു സഫ്വാൻ. നമ്മൾ എന്നായിരുന്നു ഇപ്പം നമ്മൾ ലാസ്റ്റ് നിങ്ങൾ CA ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സിലിരുന്ന? ഐ തിങ്ക് ഇറ്റ് വാസ് ബിഫോർ 2020 ഒക്കെ പോട്ടെ. ഐ തിങ്ക് 2000 ഫെബ്രുവരി, ഐ തിങ്ക് 2000 20 ഫെബ്രുവരി. 2020 ഫെബ്രുവരി. ഓക്കെ, ആ കോവിഡ് വന്ന ഇയർ. ആ ഫൈൻ. ആ, ഓക്കെ. എത്ര അറ്റംപ്റ്റ് എടുത്തു സഫ്വാൻ CA ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യാൻ? ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാകാൻ വേണ്ടി ഏകദേശം 9 അറ്റംപ്റ്റ് എടുത്തത്. ഫസ്റ്റ് ഗ്രൂപ്പിന് 9 അറ്റംപ്റ്റും സെക്കൻഡ് ഗ്രൂപ്പ് 6 അറ്റംപ്റ്റ്. സെക്കൻഡ് ഗ്രൂപ്പ് 6 അറ്റംപ്റ്റും. ഐ ബിലീവ് നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ആയിട്ട് തന്നെ എഴുതിയിരുന്നു. അതില് ഫസ്റ്റ് ഗ്രൂപ്പ് എന്താ പറയാ പാസ് ആവുന്നതിന് മുന്നുള്ള കുറച്ച് അറ്റംപ്റ്റ്സ് നിങ്ങൾ ആക്ച്വലി സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയിരുന്നു. അപ്പോൾ ടോട്ടൽ എഴുതിയ അറ്റംപ്റ്റ് എത്ര ഉണ്ടാവും? 15 അറ്റംപ്റ്റ്. 15 അറ്റംപ്റ്റ്സ് എഴുതി നിങ്ങൾ. ഓ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് വേറെ 6 അറ്റംപ്റ്റ് തന്നെ എടുത്തു. പാടച്ചോനെ. അല്ലാ. ഓക്കെ സഫാൻ, ജസ്റ്റ് യു നോ ദി ഇന്റൻഷൻ ഓഫ് ദിസ് സെഷൻ. യാ, നമ്മൾ ബീങ് എ ഫാക്കൽറ്റി, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ടൈപ്പ് മെസ്സേജസ് വരും. നമ്മൾ കോഴ്സ് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, എക്സാമിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് അവർക്കൊരു മെന്റൽ സപ്പോർട്ടും കൊടുക്കേണ്ട കേസ് ഉണ്ട്. സോ വെൻ നിങ്ങളെ സ്റ്റോറി കേൾക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പലരും ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്യണ സ്റ്റേജിലെത്തിയ ആൾക്കാരുണ്ടാവും. സോ വി ബിലീവ് നിങ്ങളുടെ അടുത്ത് വി വുഡ് ഹാവ് സംതിങ് ഫാസിനേറ്റിംഗ് ടു ഹിയർ. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി നോക്കാം നമുക്ക്. സഫൻ, ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് നിങ്ങളെ ഒന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് മുഹമ്മദ് സഫ്വാൻ. എൻ്റെ സ്ഥലം കണ്ണൂരാണ്, കണ്ണൂർ അയ്യക്കോട്. ഞാൻ +2 സയൻസ് എടുക്കാൻ വിചാരിച്ചത്, പക്ഷേ കിട്ടിയത് കൊമേഴ്സ്. അങ്ങനെയാണ് സിയിലേക്ക് എത്തുന്നത്. പിന്നെ ഫൗണ്ടേഷൻ കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് കൊമേഴ്സ് കൊണ്ട് മാത്രം പാസ്സായത്, ഏതെങ്കിലും പാസ്സാകാൻ ഉണ്ടാവില്ല. പിന്നെ ഇന്റർ പിന്നെ കുഴപ്പം എന്താന്ന് വെച്ചാല്, പഠിച്ചെന്ന് വെച്ചാല് അറിയില്ല, എന്താ പറയണ്ടേ അറിയില്ല. എന്താ പിന്നെ പറയാ. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ വിചാരിച്ചിരുന്നോ ഇത്ര അറ്റംപ്റ്റ്, CA കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ ഇത്ര അറ്റംപ്റ്റ് ഒക്കെ എടുക്കും എന്നുള്ളത്? ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒബ്വിയസ്ലി. ഫൗണ്ടേഷൻ പാസ്സാകും തന്നെ ബൂത്തും പാസ്സാകാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആക്ച്വലി ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഡ്രീം എന്തായിരുന്നു? ലൈക്ക് ഡ്രീംസ് എല്ലാവരും ആക്കുന്ന പോലെ തന്നെ ഏകദേശം 22 ഏജിൽ അങ്ങനെ CA ക്വാളിഫൈ ആണെന്ന് വിചാരിച്ചത്. ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കൂടിപ്പോയി. പക്ഷെ നിങ്ങളെ ഫേസിൽ സത്യം എപ്പോഴും ആ ഒരു പറഞ്ഞാൽ പ്രസന്റ്, ആ ഒരു സ്മൈല്, ഞാൻ നിങ്ങളെ ഈവൻ നമ്മളിപ്പോ കണ്ടിട്ട് 6 കൊല്ലത്തിന് മേലായി, അന്ന് കാണുമ്പോഴുള്ള ആ ഒരു തെളിച്ചുണ്ട് കേട്ടോ മുഖത്ത്. മാഷാള്ള. ആൻഡ് ഐ ബിലീവ് നിങ്ങൾ ഇപ്പോഴും പ്രായമായിട്ടൊന്നുമില്ല. നമ്മളൊരു സൈഡിൽ അങ്ങനെ ഏജ് കൂടി വരുന്നുണ്ട്, നിങ്ങൾ അന്ന് കണ്ട അതേ. മാഷാള്ള, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പറ, നിങ്ങൾ എന്തോ കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തതാണ്. ഉമ്മാന്റെ സ്പെഷ്യൽ ഫുഡ് അല്ലേ, ബട്ട് എന്തായാലും പ്രായം കൂടാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഐ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നല്ലൊരു പോയിന്റ് ആണ്. മന സ്പെഷ്യൽ ഫുഡാണ്.
അത് ഞാനിപ്പോ എങ്ങനെ സ്റ്റാർട്ടാണെന്ന് എനിക്ക് അറിയില്ല. എന്താ പറയണതെന്ന് എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല എന്താ പറയണ്ടേ. വെച്ചാല് ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബൂത്ത് പാസ്സാരും ഇരുന്നൊരു സെഷനിൽ ഇങ്ങനെ 15 അറ്റംപ്റ്റിൽ പാസ് ഇരിക്കുമ്പോൾ വെച്ചാൽ അത് സം തോട്ട് ഷെയിം അബൌട്ട് മൈസെൽഫ്. ചെറിയൊരു നാണുണ്ട് സാറേ. ആക്ച്വലി ഞാൻ നിങ്ങളിൽ കാണുന്നത് ഒരു നോർമൽ സ്റ്റുഡന്റിൽ ഉപരി ഒരു ഫൈറ്ററിനെയാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഇവൻച്വലി നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത്. ഇൻഫാക്ട് നിങ്ങളെ ഈ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഐ വാസ് ഡെഫിനറ്റ്ലി വില്ലിംഗ് ടു സേ, ഞാൻ ഇൻഫാക്ട് ഈ സെഷൻ കഴിയുമ്പോഴേക്കും പറയാനും നിൽക്കുകയെന്ന്, നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹം എന്താണെന്നും എങ്ങനെയെങ്കിലും നമ്മൾ ടീമിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പാർട്ണർ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാനത് മൈൻഡിൽ കണ്ടൊരു സംഭവമായിരുന്നു. സോ യു നീഡ് നോട്ട് ബി അഷേംഡ്. ഇൻഫാക്ട് നിങ്ങളുടെ സ്റ്റോറി ആയിരിക്കും ഒരു പക്ഷേ റാങ്ക് ഹോൾഡേഴ്സിനേക്കാളും അല്ലെങ്കിൽ പെട്ടെന്ന് പാസ്സായ ആൾക്കാരെക്കാളും ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക കേൾക്കാൻ. ലെറ്റ്സ് ക്വിക്ലി ഗോ ടു ദ ഡേ. നിങ്ങൾ പാസ്സായ ദിവസം റിസൾട്ട് പാസ്സാണെന്ന് കണ്ടപ്പോൾ ഹൗ വാസ് ഇറ്റ്? ഫാമിലിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഉമ്മയ്ക്ക് എന്ത് പറഞ്ഞു? സാറേ ഞാനന്ന് ഓഫീസിലുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല, റിസൾട്ട് വന്ന് നോട്ടിഫിക്കേഷൻ കാണുന്നില്ല. അപ്പൊ ജസ്റ്റ് മറ്റേ അതിന് മുന്നേ ഒന്ന് ഫൈനലിന്റെ റിസൾട്ട് വന്നത് ജൂൺ 18 മാറ്റം. സോ ആ ലിങ്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ് വന്നു നോക്കാൻ പറ്റാൻ. അപ്പൊ അവിടെ ഇന്റർമീഡിയറ്റ് മെയ് 26 വന്നു കണ്ടത്. ജസ്റ്റ് എടുത്തു. അപ്പൊ അങ്ങനെ ഉറപ്പിച്ചത് ഫെയിലാന്ന് ഉറപ്പിച്ച റിസൾട്ട് നോക്കിയത്. പിന്നെ വെറുതെ സന്തോഷിക്കണ്ടല്ലോ പാസ്സാന്ന് ചോദിച്ചിട്ട്. അങ്ങനെ റിസൾട്ട് നോക്കി കുഴപ്പമില്ല, അൽഹംദുലില്ലാ പാസ്സായി. ഫസ്റ്റ് ഉപ്പാനെ ഫോൺ വിളിച്ചത്. അങ്ങനെ എന്താ ഉപ്പാനെ പറയുക വിളിച്ചു. സാറേ ഇപ്പൊ. ആ ഉപ്പാനെ ഓക്കെ. വിളിച്ചത്. എന്നിട്ട് പിന്നെ ഓഫീസ് അവരോടും പറഞ്ഞു. പിന്നെ നേരത്തെ തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ച് അങ്ങനെ പിന്നെ ആക്കിയത്. എന്താ സമയം ചെയ്യേണ്ടത് മനസ്സിലായില്ല. കാരണം വെച്ചാല് ഇത് ചെറിയ കൊല്ലല്ലേ, 7 കൊല്ലം സാർ എടുത്തിട്ട് മൊത്തം പാസ്സാവുന്നുണ്ട്. എന്നിട്ട് മൊത്തം മുന്നേ എടുത്ത അറ്റംപ്റ്റ് ഇയർ. എന്തായിരുന്നു റിയാക്ഷൻ ഉപ്പാന്റെ പിന്നെ ഉമ്മാന്റെ? ഉപ്പാക്ക് ഞാൻ റിസൾട്ട് ഇന്നാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല. അത് പൊതുവേ ഞാൻ പറയില്ല ഉപ്പാനോട്. റിസൾട്ട് വന്നിട്ട് ഉപ്പാണ്ട് പറയില്ല, വെറുതെ അവരും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട്. റിസൾട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ചൊന്ന് എന്താ പറയാ ഒരു നല്ല ഹാപ്പിനെസ് മൂടില്ല ഉപ്പാണ് സംഭവം പറയാം. കാരണം വലിയ ഉപ്പാക്ക് എഫക്റ്റ് ഉണ്ടാവില്ല ഫെയിലാന്ന് വെച്ചിട്ട്, അങ്ങനെ പറയല് പൊതുവെ. അല്ലാണ്ട് റിസൾട്ട് ഇന്ന റിസൾട്ട് ഉപ്പാണ് മുന്നേ ഞാൻ പറയില്ല അങ്ങനെ. അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിന് പാസ് വെച്ചാൽ അതും ഇതേപോലെ ഉണ്ടായത്. കാരണം നമുക്ക് ഉറപ്പുണ്ടായിട്ടില്ല പാസ്സാവോ ഫെയിൽ ആവും. സെയിം ഇതേപോലെ തന്നെ ഉപ്പ ആ ടൈം കാറ്ററിംഗിനെ പണിക്ക് എടുക്കാന്ന് ഞാൻ റിസൾട്ട് നോക്കി. ആ ടൈം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പാസ്സായി. മാഷാ അല്ലാ. പിന്നെ ഇപ്പൊ എന്താ പറയാ സാറേ. എന്തായിരുന്നു ത്രൂ ഔട്ട് ഇത്രയും അറ്റംപ്റ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വട്ടം ഫെയിൽ ആവുമ്പോഴും നിങ്ങളെ ഫാമിലിന്റെ റിയാക്ഷൻ? അതായത് ഉപ്പാക്ക് എന്റെ കാറ്ററിംഗ് പണി ഉപ്പാക്ക് ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോട്ടലിലേക്കും അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്കും സപ്ലൈ ചെയ്യല്. അപ്പൊ വീട്ടിൽ ഞാനും ഉപ്പയും ഫാമിലി മൊത്തമായിട്ടാണ് സംഭവം. അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്ന സമയം. അപ്പൊ ഉപ്പാക്ക് പണി വല്ലാണ്ട് കുറഞ്ഞു. പിന്നെ ഒന്നും കൂടി ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മറ്റേ ബിരിയാണി കച്ചവടം ഇല്ലേ, ചെറിയ വിസിറ്റിലെ ബിരിയാണി കച്ചവടം റോഡ് സൈഡിലേക്ക് കൂടി അത് സ്റ്റാർട്ടായി പിന്നെ. അങ്ങനെ പിന്നെയാണ് സംഭവം നമുക്ക് സി എൻ്റെ അപ്പുറം വേറെയും കൂടി എൻഗേജ്മെന്റ് വരാൻ സ്റ്റാർട്ടായത്. സി എ മാത്രമല്ല, സി എ കാറ്ററിംഗ് പിന്നെ വേറെ സംബന്ധിച്ചാൽ എക്സോട്ടിക് ബേർഡ്സിന്റെ ബ്രീഡിംഗ് മാസം ഉണ്ടായിരുന്നു. ക്ലിയർ ആയില്ല. മാക്സിമം മറ്റേ കൊറോണ ടൈമിലാണ്. ജസ്റ്റ് സഫാൻ ഭായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെഡ്സെറ്റ് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയതുണ്ടാവും. എന്നാൽ പിന്നെ ചിലപ്പോൾ അതിന്റെ മൈക്കിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റിയിൽ കിട്ടും തോന്നുന്നു വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ബട്ട് ഐ തിങ്ക് അതൊന്നുകൂടി. ഹെഡ്സെറ്റ് ഇല്ല സാറേ, അതാ പ്രശ്നം. എന്നാ കുഴപ്പമില്ല, കുഴപ്പമില്ല, ക്യാരി ഓൺ. നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ഫുള്ള് മനസ്സിലായി. കാറ്ററിംഗ്, ഓക്കെ. സി എ വിത്ത് കാറ്ററിംഗ് വിത്ത് ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആയില്ല. എക്സോട്ടിക് ബേർഡ്സിന്റെ ബ്രീഡിംഗ് സാറേ. കൊറോണ എക്സോട്ടിക് ടൈമിൽ ബേർഡ്സിന്റെ ബ്രീഡിങ്. എക്സോട്ടിക്. ഓക്കെ, ഓക്കെ, ഓക്കെ. നിങ്ങൾക്ക് അന്ന് നമ്മൾ ക്ലാസ്സിൽ വന്നപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൊറോട്ട കൊണ്ടു തന്നിരുന്നു എനിക്ക്. എന്നിട്ട് നിങ്ങൾ പൊറോട്ട അടിക്കലുണ്ട്, ഉപ്പ് പൊറോട്ട അടിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ കയ്യിൽ ആ പാട് വരെ കാണിച്ചു തന്നിരുന്നു തോന്നുന്നു. ആ, ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ആ പൊറോട്ട അടിച്ച് തഴപ്പിച്ച നല്ല ചൂടുള്ള പൊറോട്ട അടിച്ചത്. പക്ഷെ അത് നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അത്.
എന്തെങ്കിലും സാറേ പറയാന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു CA കേസിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന കേസിൽ അല്ലെ എന്ത് കോഴ്സ് എടുക്കുന്ന കേസ് ആവട്ടെ ഫാമിലി വേണോ അതോ ആ പ്രൊഫഷണൽ കോഴ്സ് വേണോ? നമുക്ക് ചില കേസിൽ നമ്മൾ ചില ലൈഫ് ടൈമിൽ നമുക്കൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ടാവും ഏതാ വേണ്ടത്, ഫാമിലി അല്ലെങ്കിൽ ആ പ്രൊഫഷൻ. ആ ടൈം ഞാൻ ചൂസ് ചെയ്ത ഫാമിലി ചൂസ് ചെയ്ത് കോഴ്സ് അങ്ങനെ തന്നെ വിട്ടു, കുഴപ്പമില്ല സ്റ്റേയില്. അപ്പോൾ ഉപ്പാന്റെ അപ്പുറം കൂടി കാറ്ററിംഗ് മീനേഴ്സ് ഞാൻ ചെയ്തത്. പഠിപ്പ് അങ്ങനെ ഒരു രാത്രി ആ ടൈം ഉണ്ടാവുമല്ലോ, അത് പകൽ സമയം ഒരു രാവിലെ ടു ഏകദേശം ഉച്ച വരെ ഉപ്പാന്റെ അപ്പുറം, ഉച്ച ടു ഏകദേശം ഒരു ഈവനിങ് ആ ടൈം വരെ മറ്റേ ബേർഡ്സിന്റെ കൂടെ, പിന്നെയാണ് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവുക, പിന്നെ രാത്രി പഠിപ്പ്. അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കേസിൽ. അതുകൊണ്ട് ഉറക്കൊഴിച്ച് പഠിച്ചിന്, പക്ഷെങ്കിൽ അറിയില്ല സാറേ പ്രൊഫഷണൽ കോഴ്സ് ആണ്, ഇങ്ങനെ മാത്രം പഠിച്ചാൽ പാസ്സാവില്ല നമുക്ക് അറിയാം, പക്ഷെങ്കിൽ വേറെ വഴി ഉണ്ടായിട്ടില്ല എനിക്ക്. നമ്മൾ ജീവിക്കുന്ന പ്രസന്റ് ജീവിക്കുക, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്രസന്റ് അത് കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ആ ടൈം ഞാൻ ഓൻ്റെ പിന്നെ ഫാമിലി അപ്പുറം നിന്നത് അങ്ങനെ. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമാണ്. ഫാമിലി അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ, ഈ CX കോഴ്സ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമാണ്. അത് നമുക്ക് വലിയ കാര്യമില്ല, കാരണം നമുക്ക് ഫാമിലി ഏറ്റവും വലിയ മുഖ്യം. അതുകൊണ്ട് പിന്നെ അതിനെ ചൂസ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ പറയാൻ വെച്ചാൽ ഏറ്റവും വലിയ സപ്പോർട്ട്, നീ 10ഓ 15ഓ എത്ര കണ്ട് എടുത്താലും കുഴപ്പമില്ല, ഞാൻ പൊറോട്ടസിന് ഞാൻ പോറ്റു അങ്ങനെ പറഞ്ഞാൽ ഉപ്പി ഉമ്മി. 10-15 അറ്റംപ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആയില്ല. ഞാൻ പൊറോട്ട അടിച്ചിന് ഞാൻ പോറ്റു. സഫാൻ ഭായ്, എക്സ്ട്രീംലി സോറി, കട്ടായി പോയി, അതിന്റെ ഇടയിൽ നെറ്റ് കട്ടായി. യാ, ഓക്കെ. നീ 10ഓ 15ഓ അറ്റംപ്റ്റ് എടുത്താലും പ്രശ്നമില്ല, ഞാൻ ഓക്കെ, പൊറോട്ട അടിച്ചാലും ഞാൻ പോറ്റു. മാഷാ അല്ലാ. അങ്ങനെയൊക്കെ പറഞ്ഞു. ആക്ച്വലി മെയിൻ സപ്പോർട്ട് ഉണ്ടായത് ഉപ്പി ഉമ്മയും. ഉപ്പ, ഉമ്മ, ഉമ്മാമ്മ, പിന്നെ അനിയൻ. പിന്നെ പറയാൻ വെച്ചാൽ വേറെ കാര്യമുണ്ട്, ഇക്കാക്ക് എന്താണോ എടുക്കുന്നത് അതന്നെ എടുക്കുന്നു പറഞ്ഞിട്ട് അനിയൻ +1 കോമേഴ്സ് എടുത്തു. +2 കഴിഞ്ഞപ്പം CA എടുത്തു. ആളിപ്പം CA ഫൈനലിസ്റ്റ് ആണ്. ഈ നവംബറിൽ CA ഫൈനലിസ്റ്റ് എഴുതാൻ പോയി, അനിയനാണ്. മാഷാ അല്ലാ. അപ്പോ ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ നവംബറിൽ ഇപ്പൊ CA ഫൈനൽ എഴുതാൻ പോവാണ്. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിപ്പോയി ഒരു മൊമെന്റ് അത് കേട്ടപ്പോ. നിങ്ങൾ പറഞ്ഞ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ്, നമ്മളെ ഫോർ എവർ റെലവെന്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആട്ടോ. ഞാനും പലപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ലൈക്ക് ഫാമിലിയും വാട്ട് എവർ നമ്മുടെ ലൈഫിലെ കരിയറുമായിട്ട് പലരും ചോദിക്കാറുള്ളത് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. യു ആർ കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു ഡെഫിനേഷൻ ഉണ്ടാക്കി തന്നു. വെർബൈ അത് വർക്കിലേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ സ്റ്റഡീസിന്റെയും സംഭവം, സ്റ്റഡീസും ഫാമിലിയും ബാലൻസ് എന്നുള്ള സാധനം വരികയാണെങ്കിലും ഫാമിലിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നും CA എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോഴ്സ് ആയിരുന്നു എന്നുള്ളതും, ദാറ്റ്സ് എ വെരി റെലവെന്റ് അഡ്വൈസ്. ഇപ്പോൾ ഒന്ന് മാത്രമല്ല, ഈ കോഴ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ലുക്കിംഗ് ബാക്ക്, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് സഫ്വാൻ? വാട്ട് വാസ് ആക്ച്വലി റോങ്, അല്ലെങ്കിൽ എവിടെയായിരുന്നു ഇത്രയും അറ്റംപ്റ്റ് എടുക്കാനുണ്ടായ ഒരു ഫാക്ടർ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? മിക്കവാറും പറയാൻ വെച്ചാൽ ടൈമിന്റെ ഇഷ്യൂ സാറേ മെയിൻ പറയാനുണ്ടാവുക. എനിക്ക് പഠിക്കാൻ ടൈം എങ്ങനെ കിട്ടിയാൽ കുറവാണ്, പ്രാക്ടീസ് ചെയ്യാൻ. സാറേ കൺസെപ്റ്റ് എല്ലാം ബാക്കിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് എഴുത്ത് സ്പീഡ് കുറച്ച് സ്ലോ ആണ്. അപ്പൊ അതാണ് മെയിൻ ഇഷ്യൂ ഉണ്ടാവില്ല. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും 20 മിനിറ്റ്സ് എനിക്കൊരു അരമുക്കാൽ മണിക്കൂറൊന്നും വേണ്ടി വരും ഒരു പ്രോബ്ലം ചെയ്ത് തീർക്കാൻ. അത് നിങ്ങൾ എപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഇതാണ് എൻ്റെ ഇഷ്യൂ എന്നുള്ളത്? ചെയ്താലും എനിക്കത് പ്രാക്ടീസ് ആവുന്നു, ഇമ്പ്രൂവ് ചെയ്യാനൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അതാണ് ഒരു ഇഷ്യൂ. പിന്നെ ഈവൻ ഇഫ് ഇപ്പോൾ സാറേ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലായി. ആ, പറയൂ, ക്യാരി ഓൺ. ഫസ്റ്റ് അറ്റംപ്റ്റ് വെച്ചാൽ ഞാൻ പഠിച്ചിന്, പക്ഷേ എൻ്റെ മാർക്ക് വളരെ കുറവാണ് ആ സമയം ഉണ്ടായത്. എല്ലാം 30 റേഞ്ച് മാർക്ക് ഉണ്ടായിട്ടില്ല. അന്ന് ബോധഗ്രൂപ്പിന് ഞാൻ നോക്കിയത്, പക്ഷെ എനിക്ക് 30 റേഞ്ച് ആ സമയം നമുക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ഉപ്പെന്ന് വെച്ചാൽ കാര്യം ഇങ്ങനെ എല്ലാവരും പാസ്സാൻ പിന്നെ സ്കൂൾസിന് എന്തൊരു വാല്യൂ ഉണ്ടാവും, കുഴപ്പമില്ല വിട്ടേക്കുന്നു. പിന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റ് ആ ടൈം പിന്നെ മെയ് 2020. പക്ഷെ ആ ടൈം പിന്നെ കൊറോണ വന്നതുകൊണ്ട് എക്സാം അങ്ങനെ തന്നെ ക്യാൻസൽ ആക്കി, നവംബർ 20 എക്സാം മാറ്റി, പോസ്റ്റ്പോൺ ചെയ്ത്. കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടി, കാരണം പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്, തീരെ പ്രശ്നമില്ല സ്റ്റേയിൽ. പക്ഷെ ആ ടൈമാണ് ഉപ്പാൻ്റെ കാറ്ററിംഗ് പണി കുറച്ച് സ്ലോ ആയതും ഞാൻ പിന്നെ കുറച്ചും കൂടി ഇതിലേക്ക് എൻഗേജ്മെന്റ് ആയതും. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഉറക്കം വെച്ച് പഠിച്ച് ഇതാക്കിയിട്ട് എഴുതിന്. പക്ഷെ എങ്കിൽ
ആ ടൈം സ്റ്റാർട്ട് തൊട്ടാണ് പിന്നെ ഹോമസ് ഓഫ് വൺ വേഴ്സസ് ഐ സി ആ ഒരു ഗെയിം പിന്നെ സ്റ്റാർട്ടാണ്. അഗ്രിഗേറ്റ് പോക്ക്, ചെറിയ മാർക്കിന് എക്സംഷൻ പോക്ക്, അങ്ങനെ ഓരോ സംഭവമായിട്ട് എന്താ പറയുക, ഫുൾ ഈ എല്ലാ സി എ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന അതേ ഇഷ്യൂ ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ മാർക്കിന് എക്സംഷൻ പോക്ക്, അഗ്രിഗേറ്റിൽ ഇല്ലാണ്ട് പാസ്സാവല്, പിന്നെ ഏതെങ്കിലും ഒരു പേപ്പർ പാസ് ഫെയിൽ ആവാനും ആ ഗ്രൂപ്പ് എൻ്റയർലി ഫെയിൽ ആവല്, ഓരോ കേസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിലും ലൈക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഈ കരിയറിൽ നിങ്ങൾക്ക് വേണ്ട പോലെ അത്ര ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും ഇങ്ങനെ അഗ്രിഗേറ്റ് മിസ്സാവുന്ന കേസിൽ അല്ലെങ്കിൽ എക്സംഷൻ മിസ്സാവുന്ന ജസ്റ്റ് മിസ്സൊക്കെ ആവുമ്പോഴും വാട്ട് കെപ്റ്റ് യു ഗോയിങ്, ഞാൻ എന്തായാലും ഈ കോഴ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇത്രയും സ്ട്രഗിൾസ് കഴിഞ്ഞിട്ട് പോലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഫാക്ടർ എന്തായിരുന്നു? എനിക്ക് ഈ കോഴ്സിനെ പറ്റി നല്ലോണം അറിയാം. കാരണം ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എനിക്ക് എൻ്റെതായ ഇതിൽ പോകാൻ പറ്റിയ കോഴ്സ് സി എ കോഴ്സാണ്. എൻ്റയർലി ഡിഫറെൻറ്റ് കോഴ്സ്, ഹൈ വാല്യൂ കോഴ്സ്, ഹൈ റെപ്യൂട്ടേഷൻ കോഴ്സ്, എന്താ പറയുക, ഹൈ ജോബ് ഓപ്പർച്യൂണിറ്റി കോഴ്സ്. ഇത് കോഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ കോഴ്സ് എന്തായാലും എടുക്കാൻ കഴിയില്ല. പിന്നെ എന്തായാലും ലൈക്ക് എപ്പം ഒരു ദിവസം ക്വാളിഫൈ ആയാലും എന്തായാലും എനിക്ക് ഇത് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. ഈ സംഭവം ഇല്ലയോ ഇങ്ങനെ വെച്ചാൽ ജസ്റ്റ് പിന്നെ ഇതിലേക്കായി. ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കാണ് സഫ്വാൻ, ലൈക്ക് ഇഫ് നിങ്ങൾ ഈ അറ്റംപ്റ്റ് പാസ് ആയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അറ്റംപ്റ്റ് വരെ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാല്യൂ മനസ്സിലായി, അപ്പൊ എത്ര അറ്റംപ്റ്റ് വരെ നിങ്ങൾ പോകാൻ റെഡി ആയിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ? ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും കാറ്ററിംഗ് വർക്ക് ഉണ്ട് അവിടെ, എക്സോട്ടിക് ബേർഡ്സ് ബ്രീഡിംഗ് ഉണ്ട്, അപ്പൊ ടൈം ഒരു ഫാക്ടറാണ്, ഫാമിലിക്കും ടൈം മാറ്റി വെക്കണം, എത്ര വരെ പോകാൻ റെഡി ആയിരുന്നു? അൺടിൽ ഞാൻ പാസ് വരെ പോലെ സാറേ ഞാൻ റെഡിയാണ്. പാസ് ആവണ വരെ പോകും, മാഷാ. ഓക്കെ. ഞാൻ ഒരു സാർ ഈ അറ്റംപ്റ്റ് സ്പെഷ്യലാണ്. ഓക്കെ. കാരണം എനിക്ക് സി ചെയ്യുന്ന സമയത്ത് ആരും നമുക്ക് പറഞ്ഞുതരാൻ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ബാക്കപ്പ് ആയിട്ട് സിന്റെ അപ്പുറം ഡിഗ്രി ചെയ്യണമെന്നോ വേറെ എന്തെങ്കിലും കോഴ്സും കൂടി എനിക്ക് ചെയ്തുകൂടിയെന്നോ ഒന്നും കാട്ടി ആരും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല ഇങ്ങനെ സംഭവം. ഞാൻ ജസ്റ്റ് ഫോക്കസ് സി എം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും ഇഷ്ടം ഫിനാൻഷ്യൽ ഇഷ്യൂ. ആ ടൈം വെച്ചാൽ ഇങ്ങനെ വലിയ എമൗണ്ട് കൊടുത്ത് ഡിഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് മറ്റേ പല ചെയ്യാൻ നമുക്ക് ആ ടൈം അത്ര കഴിവുണ്ടായിട്ടില്ല. സോ ഈ അറ്റംപ്റ്റ് ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് ഐ മീൻ മെയ് 25 കഴിഞ്ഞ ശേഷം ഓഫീസിൽ പോകാൻ സ്റ്റാർട്ട് ആയി, പക്ഷേ ട്രെയിൻ ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് കൂട്ടി വെച്ചിട്ട് ഞാൻ ഇഗ്നോക്ക് ജോയിൻ ചെയ്തു. ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് പോലെ. അഥവാ സി എ ഇല്ലെങ്കിലും ഇഗ്നോക്ക് എവിടെയും കയറാൻ പറ്റുമല്ലോ ആ സ്റ്റേജിലായിട്ട്. അതുമാത്രമല്ല സി എ മാത്രം പോരാ, വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കൂടി ചെയ്യുന്ന വെച്ചാൽ സി എം എ കൂടി ഞാൻ രജിസ്റ്റർ ചെയ്തു. പിന്നെ സി എം എ വെച്ചാൽ എനിക്ക് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് അത് സ്റ്റാർട്ട് ആവണം, ബേസിന് സ്റ്റാർട്ട് ആവണം. ഡയറക്റ്റ് സി എം എ ഇന്റർ ചെയ്യാൻ എനിക്ക് കഴിയില്ല. സോ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സി എം എ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതി. ഈ ജൂൺ 20 അല്ല ജൂൺ അല്ല ജൂലൈ 9 എനിക്ക് റിസൾട്ട് വന്നത് സി എം ഫൗണ്ടേഷന്. അൽഹംദുലില്ലാ അത് പാസ്സായി. അതായത് വെച്ചാൽ സി എം ഇന്റർ ഫെയിൽ ആയാലും അഥവാ ഈ ബാക്കപ്പ് ഉണ്ട് സാറേ, എന്തെങ്കിലും ആവുന്നുണ്ട് അതുകൊണ്ട് സി എം ഫൗണ്ടേഷൻ കൂടി എടുത്ത് അങ്ങനെ. മൾട്ടിപ്പിൾ ബാക്കപ്സ് ഇപ്പൊ വെക്കുന്നുണ്ട്, ഏകദേശം കുറച്ച് ലേറ്റ് റിയലൈസേഷൻ ആയപ്പോൾ യുവർ ലൈക്ക് നിങ്ങൾ ഇപ്പൊ ഡിഗ്രിയും ചെയ്യാണ് സി എം എയും ചെയ്യാണ്. ഡിഗ്രി ഇപ്പൊ എവിടെ എത്തി? സാറേ ഡിഗ്രി ഇപ്പോൾ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. ഓക്കെ. നിങ്ങൾ ഈ പാസ്സായ അറ്റംപ്റ്റിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ സി എം എ ഫൗണ്ടേഷനും പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, ഈ ബിസിനസ്സും സംവേർ നിങ്ങൾക്ക് അത് വർക്ക് ലോഡ് കൂട്ടുകയാണെന്നുള്ള ഫീൽ ചെയ്തിട്ടില്ല? ലൈക്ക് ഓൾറെഡി ഉള്ള ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിസിനസിന്റെ കൂടെ ഇനി അഡീഷണൽ കോഴ്സസ് കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ? ഇല്ല സാറേ, കാരണം വെച്ചാൽ ഇനിയും ഇതിങ്ങനെ ഫെയിൽ ആണെന്ന് വേറെ ഒന്നും ഇല്ലാണ്ടിരിക്കല് ടൈമിലൊന്നും ഇല്ലാത്ത പോലത്തെ അവസ്ഥയിലേക്ക് പോകും. ഒന്നും ഇല്ലാണ്ടിരിക്കല് ഇൻഷാല്ല സി എം എ ഫൗണ്ടേഷൻ പാസ്സായെങ്കിൽ സി എം എ ഡിസംബർ, അതായത് ഡിസംബറിൽ എനിക്ക് സി എം എ ഇന്റർ എക്സാം എഴുതാൻ പറ്റും. ആ ഒരു ഇതിലാണ് പിന്നെ പോയത്. അറിയാം കാരണം സി എന്റെ അത്ര എന്താ പറയാ പഠിക്കാനല്ല വലിയ പാടില്ല സി എം എക്ക്, അത് പാസ്സാൻ പറ്റുന്ന വിശ്വാസം എനിക്ക് ആ സമയം ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ എടുത്ത സി എം എ, വേറെ കോഴ്സൊക്കെ എടുക്കാനും ഇതുണ്ടായിട്ടില്ല. ഇൻഷാല്ലാ നിങ്ങളിപ്പോ ഇതുവരെയുള്ള ഒരു അയ്യുദേർ കറണ്ട് പോയി കുഴപ്പമില്ല, പക്ഷേ കേൾക്കുന്നുണ്ടോ അതോ നെറ്റ് കട്ടായോ? ഇല്ല, ഐ തിങ്ക് പോയി. ദിസ് സ്റ്റോറി ഈസ് അമേസിംഗ് മാൻ. ഓ, സഫാനെ അറിയാമെങ്കിൽ പോലും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഇത്രയും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്നുള്ളത്.
യെസ്, യുവർ ബാക്ക് സഫാൻ. കറണ്ട് പോയി, കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സാർ യെസ്, എന്നെ കാണുന്നുണ്ട്, ക്ലിയർ ഉണ്ടാവും. കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്കപ്പോ ഓക്കെ, ഐ പ്രൊസ്യൂം ഇത്രയും എഫേർട്സിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ ഡിസംബറിൽ എന്തായാലും CMA എഴുതുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈസിലി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. നിങ്ങൾ അത്യാവശ്യം എഫേർട്ട് ഓൾറെഡി ആ സബ്ജക്ട്സിൽ, റെസ്പെക്റ്റീവ് സബ്ജക്ട്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഐ ഗെസ് വി ആർ ബാക്ക് അഗൈൻ. ഓക്കെ, ഡിസംബറിൽ ഇപ്പൊ ഇനിയിപ്പോ ബൂത്ത് ഗ്രൂപ്പ് എഴുതാണോ സഫാൻ? CMA? ഇൻഷാ ഇൻഷാ അല്ലാ എഴുതുന്നുണ്ട് എന്തായാലും. നിങ്ങൾക്ക് പിന്നെ CA മാത്രം ആ അല്ല, ഇത്രയും കാലം CA മാത്രം പോരാ എൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട്. എക്സ്ട്രാ ഒന്നും കൂടി വേണം. അതുകൊണ്ട് പിന്നെ CA കൂടി എടുക്കുന്നത്. ഓക്കെ. ഇത്രയും കാലം CA മാത്രം ആവശ്യമില്ലെന്ന് ഇപ്പൊ ആൾക്കാർ പറയട്ടെ, അതുകൊണ്ടാണ്. ഓണസ്റ്റ്ലി എത്ര മണിക്കൂർ ഒരു ദിവസം ആവറേജ്? ഈ പെർഹാപ്സ് ഒരു ദിവസം കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എല്ലാ ദിവസവും സെയിം ആവണം എന്നില്ല. ഒരു ആവറേജ് ഒരു വീക്കിലി ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CAക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ആവറേജ് ഒരു ഡെയിലി ഒരു 3 to 5 hours അത്രേ പറ്റിയിട്ടുള്ളൂ സാറേ. അത്ര ചെയ്തിട്ടുണ്ട്? അത് കുറവല്ലേ? നോ, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട്. അല്ല, 10-12 hours സാറന്നെ പഠിച്ചിട്ടില്ലേ CAക്ക് മുമ്പ്? എനിക്ക് കാറ്ററിങ്ങോ അല്ലെങ്കിൽ എനിക്ക് എക്സോട്ടിക് ബേർഡ്സ് ബ്രീഡിങ്ങോ ഒന്നും ഇല്ലായിരുന്നു സഫാൻ. എന്നാലും CA കോഴ്സിന് വേണ്ടിയിട്ട് അത് മാത്രം വെച്ച് നോക്കുമ്പോൾ ഉണ്ട്. ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ് ഇതിനേക്കാൾ കുറഞ്ഞ ടൈം ഞാൻ എക്സ്പെക്ട് ചെയ്ത്. കാരണം നിങ്ങൾക്ക് ഇത്രയും വർക്ക് ലോഡിന്റെ ഇടയിൽ ഇതിന് എത്ര ടൈം മാറ്റിയേക്കാൻ പറ്റും പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവേഴ്സ് ആണ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ത്രൂ ഔട്ട് ദിസ് ജേർണി നിങ്ങൾ ഏറ്റവും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടുള്ള ഫെയിലിയർ ഏത് അറ്റംപ്റ്റിലായിരുന്നു? ഐ തിങ്ക് സഫാൻ സ്റ്റക്കായി. സാറേ ഓക്കെ അല്ലേ? യെസ്, റെഡിയാണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇത്രയും ഫെയിലിയേഴ്സിന്റെ ഇടയിൽ നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിരുന്ന ആഫ്റ്റർ ദ റിസൾട്ടോ, നിങ്ങൾക്ക് അത്രയും ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു? എങ്ങനെ ഡിഫിക്കൽട്ട് സാറേ? മെന്റലി അല്ലെങ്കിൽ എങ്ങനെ? എന്ത്? മെന്റലി. അങ്ങനെ പറയാൻ എനിക്ക് എല്ലാ അറ്റംപ്റ്റും സാറേ എനിക്ക് ഒരേപോലെ ഉണ്ടായിരുന്നു. സെയിം, എല്ലാറ്റും പഠിക്കും ഇതും ഫെയിലാവും, പഠിക്കും എക്സാം ഇതും ഫെയിലാവും. ആ സെയിം ഇതേ ഉണ്ടായത്, വേറെ വലിയ ഇതൊക്കെ മാറ്റം എനിക്ക് തോന്നില്ല സാറേ എല്ലാ അറ്റംപ്റ്റും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ഫീൽ ചെയ്യാറുള്ളത്? ലൈക്ക് ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ റിസൾട്ട് എന്തായി ചോദിക്കുമ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് വാസ് അതാണ് എ ഗ്രേറ്റ്, വെരി ഗ്രേറ്റ് തിങ്. ഓക്കെ, പക്ഷെ ഈ കോഴ്സ് അല്ല CA ഏറ്റവും വലിയ ഈ ഡ്രോബാക്ക് അല്ല, നമ്മളെ മെന്റലി നമ്മളെ ഡൗൺ ആക്കുന്ന സംഭവം ഈ സോഷ്യലാണ്, സൊസൈറ്റിയാണ്. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എന്തെങ്കിലും തോന്നി, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത് അങ്ങനെ നോക്കിയിട്ട് നീനും പാസ്സായിട്ടില്ല, അയ്യേ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, അങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഒരു നാണാണോ അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ പിന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ സ്റ്റാർട്ടായി. ഐ തിങ്ക് സഫാൻ സ്റ്റക്കായി. ഇപ്പൊ റെഡിയാ സഫാൻ? ഒന്ന് ഇടയിൽ ഒന്ന് സ്റ്റക്കായി പോയി. പിന്നെ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പറയാൻ സ്റ്റാർട്ടായി എന്നുള്ളത് പറഞ്ഞു, അതുവരെ ക്ലിയർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ സാർ, പിന്നെ അങ്ങോട്ട് ഞാൻ പറയാൻ സ്റ്റാർട്ടായി. ഞാൻ CA പഠിക്കുന്നു, പാസ്സായിട്ടില്ല, നോക്കുന്നുണ്ട്, ഇൻഷാല്ലാ സെറ്റാകും. അതാ പിന്നെ ഒരു രസം. ഇങ്ങോട്ട് കേൾക്കുന്ന രസം അങ്ങോട്ട് പറയാൻ പിന്നെ രസമായിട്ടുണ്ട്. ഇങ്ങോട്ട് പറയാൻ വരുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ചാൻസ് കൊടുക്കാതെ അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക അല്ലേ? ആ മാഷാ അല്ലാ. ഒരു പിന്നെ സാറ്, യാ എനിക്ക് ഈ സെഷൻ കൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റോറിയും കേട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്.
ഇതിപ്പോ സാർ പറഞ്ഞ പോലെ ഈ സെഷൻ കൊണ്ട് ഇതുപോലെ ഒരുപാട് അറ്റംപ്റ്റ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ. യാ കാരണം ഇപ്പൊ ഞാൻ ശരിക്കും റോൾ മോഡൽ അല്ല. ഈ 10ഉം 15ഉം അറ്റംപ്റ്റിൽ ഈ ഇന്റർവ്യൂ ക്ലിയർ ആണെന്ന് വെച്ചാൽ അത്രയും നല്ല കാര്യമല്ല സാറേ. സാറിന് അത് മനസ്സിലാവല്ലോ. ശരിക്കും രണ്ട് നമ്മൾ ര- ര- ഏറ്റവും ര- രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് സഫാൻ. അതായത് ഒരു ഏരിയയില് ഇപ്പോ നമ്മള് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം പെർസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് വായിക്കും, റാങ്ക് ഹോൾഡേഴ്സിന്റെ, അല്ലെങ്കിൽ അതായത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം സക്സസ്ഫുൾ ആയ ആൾക്കാരെ സ്റ്റോറീസ് നമ്മൾ വായിക്കും. അവർ ചെയ്ത ഫുഡ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. അതൊരു ഏരിയ ഉണ്ട്. അതേപോലെ ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഈ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. പല മില്യനേഴ്സിന്റെ അല്ലെങ്കിൽ ബില്യനേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂ കാണുമ്പോൾ അവരെപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ ബ്രോക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പാപ്പർ ആയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയാറുള്ള മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഫെയിലിയേഴ്സ് അവർക്ക് ടീച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് എലമെന്റ്സും ഉണ്ട്. അതിലും നമുക്ക് ആക്ച്വലി ലെസൺസ് ഉണ്ട്. അപ്പൊ അവര് ഫെയിലിയർ ആയി എന്നുള്ള സ്റ്റോറി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ടല്ല വെക്കണത്. എനിക്ക് ഇങ്ങനെ ഫെയിൽ ആവണം എന്നുള്ള ബെഞ്ച് മാർക്ക് അല്ല വെക്കണത്. പക്ഷെ അത് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ റീസൺസ് കാരണം ഫെയിലായി, അതെനിക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ട്, ഞാൻ ഓൾറെഡി ഫെയിൽ ആയിട്ടുണ്ട്, ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ നിൽക്കുക എന്നുള്ള സ്റ്റേജിൽ അപ്പണ്ട് ഒരു പേഴ്സൺ ഇത്രയും അറ്റംപ്റ്റ് എടുത്തിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ക്ലിയർ ചെയ്തെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ വരാനുണ്ട്. അപ്പോ ഐ ടോട്ടലി എഗ്രി. യെസ്, നിങ്ങൾ മേ ബി ഇത് നിങ്ങൾ പറയണത്, നിങ്ങളിപ്പോ സംസാരിക്കുന്ന ഓഡിയൻസിനോട് ഇതൊരു നല്ല ഫാക്ടർ അല്ല. അത് ഓഡിയൻസിന് പറയാം, അവരെ ആഗ്രഹം ഇത്ര അറ്റംപ്റ്റ് എടുക്കണം എന്നുള്ളതല്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിൽ നിൽക്കുന്നത്, നമ്മൾ ആക്ച്വലി കാണുന്നത് നിങ്ങളൊരു ഒരു വാറിയർ ആയിട്ടാണ്. ലൈക്ക് ഡീപ്പ് ഇൻസൈഡ് ഐ നോ വെരി വെൽ, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിന്റെ ഒക്കെ കൂട്ടത്തില് സഫ്വാൻ ഇനിയിപ്പോ എന്ത് സിറ്റുവേഷനിൽ കൊണ്ട് ഇട്ടെടുത്താലും ആള് സർവൈവ് ചെയ്യും ഇൻഷാ അള്ളാ. അത് ഇനിയിപ്പോ എത്ര എക്സ്ട്രീം സ്ട്രഗിൾ ഉള്ള സാധനമാണെങ്കിലും, ഞാൻ ഇനിയിപ്പോ ഉദാഹരണത്തിന് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു പ്രൊജക്ട് ഏൽപ്പിച്ച് തന്നാലും എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ആ സാധനം കംപ്ലീറ്റ് ചെയ്യും. ആ നെവർ ഗിവ് അപ്പ് എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് തന്നെ വെക്കും. യെസ് സഫ, നിങ്ങൾ എന്തോ പറയാൻ നിൽക്കുകയായിരുന്നു, സ്റ്റുഡൻസിനോട് പറയും. സാറേ നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന കേസ് ഫിനാൻഷ്യൽ ഇഷ്യൂന്റെ കേസിലാണ്. കാരണം ക്ലിയർ ആയാലും ഒരു ക്ലിയർ ആയാലും ഒന്നുകൂടി റെസിഡൻഷ്യൽ പറയാം. ക്യാമ്പ് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ള സ്റ്റുഡൻസിന്റെ കേസിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. ഒന്ന്, റെസിഡൻഷ്യൽ ക്യാമ്പസ് പോയിട്ട് ക്ലാസ് കാണാൻ അവിടെ പോയി ഇരുന്ന് പഠിക്കാൻ നമുക്ക് കൈ ഉണ്ടാവില്ല. അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല പഠിക്കാൻ വേണ്ടി. ഈ CA കോഴ്സ് പഠിച്ചാലും ഫെയിലാവും, പഠിച്ചിട്ടില്ലെങ്കിലും ഫെയിലാവും. അങ്ങനത്തെ ഒരു കോഴ്സ്. ഈ എന്താ പറയുക, 20% പാസ് പെർസെൻറ്റേജില് ബാക്കിയുള്ള 80%ഉം പഠിക്കാണ്ട് ഫെയിലാവുന്ന സ്റ്റുഡൻസ് അല്ല, അവരും പഠിച്ചിട്ട് സാറേ ഫെയിലാവുന്നു. അപ്പൊ അവരുടെ മെയിൻ ഇഷ്യൂ ഒന്നുകൊണ്ട് പഠിച്ചിട്ടും സാർ അവരെങ്ങനെ ഫെയിലാവുന്നുണ്ടാവുക. മിക്കവാറും അറ്റ്മോസ്ഫിയർക്ക് ഇത് പ്രശ്നമാവാം. നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റഡി ടേബിളോ ഒരു റൂമോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഇതെങ്ങനെ പഠിക്കുക ഒരു പ്രൊഫഷണൽ കോഴ്സ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂ വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ മണി കാണ്ട് ബൈ ഹാപ്പിനെസ്. അത് വെറുതെ സാറേ, പൈസ വേണ്ടത് പൈസ തന്നെ വേണം. ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ നല്ല കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഈ രജിസ്ട്രേഷൻ ക്യാമ്പസ് ആവട്ടെ, ഒരു നല്ല ഫാക്കൽറ്റിന്റെ ക്ലാസ് ആവട്ടെ, എന്തെങ്കിലും പോകണമെങ്കിൽ പൈസ തന്നെ വേണം സാറേ എവിടെയും. ആ സമയത്ത് ആ സാധനം മറ്റും നല്ല ഇതാണ് കേട്ടോ സാറേ. ഇടയ്ക്ക് ഫ്രീ ആയിട്ട് മറ്റേ ക്ലാസ്സും ബുക്സും കൊടുത്തിട്ടില്ലേ? മാഷാഅല്ലാഹ്, നല്ലൊരു ഈ സംഭവമായിരുന്നു. അങ്ങനെ പിന്നെന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ CA പോലത്തെ ടഫസ്റ്റ് കോഴ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും CA മാത്രം ഫോക്കസ് ചെയ്യരുത്. സൈഡായിട്ട് ഒരു ബാക്കപ്പ് ആയിട്ട് എക്സ്ട്രാ കോഴ്സ് കൂടി ചെയ്യണം. CMA ആവട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ആവട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ എടുക്കുന്ന സമയത്ത് എനിക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. കാരണം CA എന്താണെന്നോ CMA സെയിം സംഭവമാണെന്നോ നമുക്കൊന്നും അറിയില്ല സംഭവം. എല്ലാവരും ഒപ്പിട്ട പൈസ കിട്ടും, CA ആവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ CAക്ക് എത്തിയത്. പിന്നെ അതേപോലെ ഈ സംഭവം ഏകദേശം ഒരു January 25 ഇഗ്ന ഒരു MOU പ്രൊവൈഡ് ചെയ്തത്. CA സ്റ്റുഡൻസിന് ഇത്ര പേപ്പർ എക്സിബിഷൻ ഉണ്ടാവും പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് തന്നെ അങ്ങനെ വീട്ടിലാണ് അത് ചെയ്തത്. വീട്ടിൽ ഡിഗ്രി എടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ CA മാത്രം പറ്റില്ല സ്റ്റേജ്. കാരണം പുറത്ത് പോകുമ്പോൾ വിസ അറ്റസ്റ്റേഷൻ ഡിഗ്രി മസ്റ്റാന്ന് കേട്ടത്. സോ അങ്ങനെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ഒരു എക്സംഷൻ സംഭവം കൂടുതൽ വായിച്ച് മനസ്സിലാക്കി
ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ടാക്കി. സി എ സ്റ്റുഡൻസ് ഇഗ്നോ എടുക്കുന്നതിന് ഒരു എന്താ പറയുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കി. അങ്ങനെ അതിലിപ്പം ഫ്രീ ആയിട്ട് എല്ലാ റിസോഴ്സ് ആവട്ടെ, ഇങ്ങോട്ട് നോട്ട്സ് ആവട്ടെ, എല്ലാം ഞാൻ പ്രൊവൈഡ് അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾക്കും എൻ്റെ അവസ്ഥ ഉണ്ടാകരുത്. കാരണം ഈ സാർ അറിയാലോ, CA ക്വസ്റ്റൻസ് അത്രക്കും ടഫസ്റ്റ് കോഴ്സാണ്. 100 20 പാസ്സാവും. ബാക്കി 80%, ബാക്കി 80 ആളും എന്താ ചെയ്യുന്നത് ഐഡിയ ഇല്ലാണ്ടിരിക്കരുത്. ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണോ, വരുന്ന കോഴ്സിലേക്ക് മറ്റേ സ്റ്റെപ്പ് മാറി പോകണോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഫുള്ളായിട്ട് CA കോഴ്സിന്റെ ഒപ്പരം തന്നെ ബാക്കി കോഴ്സ് കൂടി ചെയ്യാം. അത് ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ആയിട്ട് നമുക്ക് ആ കോഴ്സ് കൂടി ഒപ്പരം ഉണ്ടാവും. അങ്ങനെയായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളെ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസും എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരൂ. നിങ്ങൾ ഈ പറഞ്ഞ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്കും ഈ ഗ്രൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആവും ചെയ്യും. അമോങ് ഓൾ ദീസ് തിങ്സ്, സഫാൻ, ജസ്റ്റ് അഗെയിൻ വീണ്ടും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുക കേട്ടോ. നിങ്ങൾ വെനെവർ നിങ്ങൾ CMA അല്ലെങ്കിൽ ഡിഗ്രി ബാക്കപ്പ് ആയിട്ട് എന്ന് പറയുമ്പോൾ, ഈ ബാക്കപ്പ് എന്നുള്ള വേർഡിന്റെ ആക്ച്വൽ മീനിങ് നമ്മൾ ആദ്യം വിചാരിച്ച പ്ലാൻ നടന്നില്ലെങ്കിൽ മറ്റേത് കയ്യിൽ വെക്കുക എന്നുള്ള സംഭവമാണ്. നിങ്ങൾ CA ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു, വെരി ഗുഡ് തിങ്, അൽഹംദുലില്ലാ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ചോദിക്കാണ്, CA ഇന്റർവ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്തതുമില്ല, CMA ഫൗണ്ടേഷൻ ഇപ്പൊ കിട്ടി, ഡിസംബറിൽ CMA ഇന്റർമീഡിയറ്റും കിട്ടിയാൽ, അസ്യൂം CA ഇന്റർവ്യൂ കിട്ടിയില്ല, CMA ഇന്റർവ്യൂ കിട്ടി, നിങ്ങളെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ഡിസംബറിൽ CMA ഇന്റർവ്യൂ എക്സാം ക്ലിയറായി, അതിന്റെ അടുത്ത അറ്റംപ്റ്റിന് CA ഇന്റർവ്യൂ കൂടി എക്സാം ചെയ്തു. അത് നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങളെ ബാക്കപ്പ് ആയിട്ട് വെച്ച CMA നിങ്ങൾക്ക് കിട്ടി, CA പുറത്ത് കുറെ എഫേർട്ട് ഇട്ട് കിട്ടുന്നില്ല, എന്നാലും CA എഴുതും, അല്ലാതെ ബാക്കപ്പ് പ്ലാൻ കിട്ടിയതുകൊണ്ട് ഇനി CMA കണ്ടിന്യൂ ചെയ്യാന്നുള്ള സ്കീമിൽ പോവില്ല. CMA മൊത്തം ക്വാളിഫൈ ആകുന്ന വെച്ചു. ഓക്കെ ഞാനിപ്പം CA ഇന്റർവ്യൂ പാസ്സായിട്ടില്ല. ഓക്കെ എന്നാലും CA ചെയ്തു. എന്നാലും CA എഴുതും. നൗ ദാറ്റ് ഇസ് എ വെരി ബിഗ് ക്യാച്ച് ഓഡിയൻസിന്. കാരണം എനിക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾ പറഞ്ഞ മറ്റേ മെസ്സേജിലും ഒക്കെ CAന്റെ കൂടെ ബാക്കപ്പ് ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന ഒരു ഭൂരിഭാഗം സ്റ്റുഡൻസ് അപ്പുറത്ത് ഏതാ ഉള്ളതെന്ന് ചോദിച്ചാൽ, CA ഫൗണ്ടേഷന്റെ കൂടെ തന്നെ CMAന്റെ ഫൗണ്ടേഷൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. CA ഫൗണ്ടേഷൻ ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് എഴുതി ഫെയിലായി, CMA ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ CMAക്ക് പോണ ആൾക്കാരുണ്ട്, CA കംപ്ലീറ്റ്ലി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട്. ആ കേസിൽ നിങ്ങളെ സ്റ്റാൻഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുണ്ടാവുക? ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്ന അഡ്വൈസ്, എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾ ഇവിടെ കൊടുത്ത അഡ്വൈസ് വളരെ ആപ്റ്റ് ആണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്, വളരെ റെസ്പെക്ട് ചെയ്യുന്നു. അതിന്റെ കൂടെ ഐ ഓൾസോ വാണ്ട് യു ടു അഡ്രസ് 3 4 5 അറ്റംപ്റ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ 3 4 അറ്റംപ്റ്റ് എടുത്തിട്ട്, എനിക്ക് വരുന്ന മൾട്ടിപ്പിൾ കേസ് അങ്ങനെയാണ്, ഇതുവരെ ക്ലിയർ ആവാത്ത സ്റ്റുഡൻസിന്. ഇന്നിപ്പോൾ ഒരു 3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ, CA ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ട് 4 അറ്റംപ്റ്റ് എടുത്തിട്ട് ക്ലിയർ ആവാത്ത സ്റ്റുഡൻസ്, CA ഇന്റർവ്യൂ ഉണ്ട്. അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2 ക്വസ്റ്റ്യൻസ് ആണല്ലോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് CA ഫൗണ്ടേഷൻ CMA ഫൗണ്ടേഷൻ ഒന്നിച്ചു കൊണ്ടുപോയിട്ട് CMA ഫൗണ്ടേഷൻ കിട്ടി, CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയി, ഇനി CA വേണ്ട CMA ഒക്കെ പോവാ എന്ന് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ്. സെക്കൻഡ് വാസ് ഓൾറെഡി CA അല്ലെങ്കിൽ CMA കോഴ്സിൽ, അല്ല CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റിൽ 3 4 അറ്റംപ്റ്റ് എടുത്തിട്ട് ഫെയിൽ ആയി, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ആൾക്കാർ. ഫസ്റ്റ് കേസിൽ CMA ഫൗണ്ടേഷനും CA ഫൗണ്ടേഷനും ഒരുമിച്ച് എഴുതി CMA ഫൗണ്ടേഷൻ മാത്രം പാസ്സായ കേസിൽ അപ്പൊ അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവർ സ്റ്റാൻഡ് ഒന്ന് ഫിക്സ് ആക്കുക. അതായത് CMA ഫൗണ്ടേഷൻ പാസ്സായി എങ്ങനെയെങ്കിലും CMA ഇന്റർ ക്ലിയർ ആക്കുക, എന്നിട്ട് ഇന്റേൺഷിപ്പും കൂടി കംപ്ലീറ്റ് ആക്കി പിന്നെ തിരിച്ച് CAയിലേക്ക് വന്നാൽ മതി. ഓക്കെ, കാരണം ദാറ്റ്സ് നൈസ്, ദാറ്റ്സ് നൈസ്. ഒരു മിനിറ്റ് സഫാൻ, സ്റ്റക്കായി പഠിക്കുന്ന അതേപോലെ അവിടെ സ്റ്റക്കായത് എന്റെ ഫോൾട്ട് ആട്ടോ, എന്റെ നെറ്റ് കട്ടായി. ഒന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ CMA ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യുക, ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്യുക, കം ബാക്ക് ടു CA ഇന്റർമീഡിയറ്റ്. ഓക്കെ, അവിടുന്ന് ബാക്കി. ആ സാറേ, അതിപ്പോ CA ഫൗണ്ടേഷനും പാസ്സാകലും അത് കുറച്ചും ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെ ഇപ്പം. കാരണം എൻ്റെ ഇപ്പൊ CMA ഇന്റർ പോലെയല്ല CA ഫൗണ്ടേഷൻ, ഫുൾ ഡിഫറെന്റ് ആണ്. കാരണം വെച്ചാൽ അക്കൗണ്ട്സ് മറ്റേ തിയറി പേപ്പറാണ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ഓരോ കേസ് നമുക്ക് CMA ഇന്റർ പഠിക്കാനില്ല. സോ ആ കേസ് നമ്മളത് മിക്സ് ആക്കുമ്പോൾ നമുക്കത് പിടുത്തം കിട്ടൂല, എന്താ ചെയ്യേണ്ടത് പിടുത്തം കിട്ടൂല. അതുകൊണ്ട് ഫസ്റ്റ് ഏതെങ്കിലും ഒരു കോഴ്സ് ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടി അതൊന്ന് ലെവലാക്കി തിരിച്ചു വന്നാൽ മതി, അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നൈസ്. ആ സെക്കൻഡ് സിനാരിയോ പിന്നെ മറ്റേ കേസ് വെച്ചാൽ ഇപ്പം ഫുൾ ഫെയിലായി ഒരുപാട് അറ്റംപ്റ്റ് എടുത്തവർക്ക്, ആ കേസ് ഇപ്പം എന്താ പറയുക വെച്ചാൽ
ഫോക്കസ് ചെയ്ത് പഠിക്കും മക്കളെ, വെറും പറയാനില്ല. പഠിപ്പാണ് മുഖ്യം. പഠിച്ച് 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 ഫെയിലിന് കുഴപ്പമില്ല, പഠിച്ച് എക്സാം ചെയ്താൽ പാസ്സാവും. നിങ്ങൾ ഒരു ബാക്കപ്പ് അല്ല, ഒരു സപ്പോർട്ട് കാണും നിങ്ങൾ എവിടെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്കായിട്ട് കയറുക, എന്നിട്ട് പഠിക്കാൻ നോക്കുക. കാരണം തീരെ പഠിപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്കൊരു ആൾക്കാർക്ക് പറയാൻ സ്റ്റാർട്ടാവാതെ എത്ര പോയി എക്സാം ചെയ്യുന്നു, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കാര്യമില്ല, അങ്ങനെ മാത്രം പറയാൻ സ്റ്റാർട്ടാവും. അത് ഇടവരുത്തരുത്. നിങ്ങൾ പഠിപ്പും പിന്നെ പണിയും എങ്ങനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുക. ഐ മീൻ ഫുള്ളി എന്താ പറയാ, എന്റെ പോലെ ആവരുത്, അതുവരെ കേസാണ്. ഒരു അറ്റംപ്റ്റ് എടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിപ്പും പണിയും മിക്സ് ആക്കും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത്രയും പൈസ ഇല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കേസിൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും. നിങ്ങള് സ്റ്റഡീസിന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു സഫ്വാൻ? യെസ്, നിങ്ങൾ 2020 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിന് ശേഷമുള്ള എഴുതിയ അറ്റംപ്റ്റ്സിലൊക്കെ ഐ ബിലീവ് നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്. അപ്പോ ക്ലാസ് അറിയാൻ പറ്റില്ല, ക്ലാസ് വായിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടെ. ഉണ്ടായിട്ടില്ല. എവിടെയും അപ്പൊ പോകാനും കഴിയില്ല. പോകാനും കഴിയില്ല. അപ്പൊ നിങ്ങൾ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തിയറി പേപ്പേഴ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തു, പ്രാക്ടിക്കൽ പേപ്പേഴ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തു? തിയറി പേപ്പേഴ്സിൽ കംപ്ലീറ്റ്ലി ബൈ ഹാർട്ടിങ് മാത്രമാണ്, പ്രത്യേകിച്ച് ഓഡിറ്റ് എക്സാമിനും. ലോ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കി പഠിച്ച ഏകദേശം കഥ പോലെ നമുക്ക് എഴുതാൻ പറ്റും ലോന്റെ കേസിൽ. പക്ഷേ ഈ ഓഡിറ്റിംഗ് എക്സാം കംപ്ലീറ്റ്ലി ഐസിന്റെ വേർഡ്സിലാണ് നമുക്ക് എഴുതിയിട്ട് വലിയ കാര്യമില്ല. രണ്ടിൽ അങ്ങനെ ഫുൾ ബൈ ഹാർട്ട് ആക്കിയത്. പ്രാക്ടിക്കൽ പേപ്പേഴ്സ് വെച്ചാൽ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും ഈ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് നോക്കിയത്. IC മെറ്റീരിയലിന് പുറമെ എന്റെ മെയിൻ ഫോക്കസ് ICന്റെ മെറ്റീരിയൽ തന്നെ സാറേ. ഓക്കെ. വേറെ എനിക്ക് ഫാക്കൽറ്റിന്റെ ബുക്സ് ഒന്നും വായിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല ആ ടൈമിൽ. ഓക്കെ. എന്താ സഫാൻ പ്ലാൻ? CA കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജോബാണോ പ്രാക്ടീസ് ആണോ? പ്രാക്ടീസ് ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അതിപ്പോ ഇല്ല. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആണ് സാറേ, ഒരു എന്താ പറയാ, ഒന്ന് ലെവലാണ് ഫുള്ളായിട്ട്. ഇപ്പം അതിന് എനിക്ക് ഏറ്റവും ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെന്റ് തന്നെയാണ് സാറേ. അങ്ങനെ നാട്ടിലാണോ പുറത്താണോ? ആഗ്രഹങ്ങൾ കേട്ടോ, അത് ചോദിക്കുന്നത്. സാറിന് ഇപ്പോ അറിയാലോ, മെയിൻ ഇഷ്യൂ ഇപ്പം മണിയായതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നാലും വലിയ കാര്യം ഉണ്ടാവില്ല, പുറത്തന്നെ പോകണം. അപ്പോ പാരലി നിങ്ങൾ ഇതുവരെ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങള് ലൈക്ക് കാറ്ററിംഗ്, ബേർഡ്സ് ബ്രീഡിങ്? ഇതുണ്ട്, കാരണം ഈ ഇടയ്ക്ക് ഉപ്പാക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കാറ്ററിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടാവില്ല, ഓക്കെ അതുകൊണ്ട് അതിപ്പം എടുക്കലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ പിന്നെ വെച്ചാൽ ഇപ്പം എങ്ങനെയെങ്കിലും നോക്കിയപ്പോ ഡിസംബറിന് CMA ഇന്റർ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. പിന്നെ സാർ ഒരു കാര്യം ചോദിക്കട്ടെ, പറയൂ. ഈ സെഷൻ ഞാൻ പാസ്സായതുകൊണ്ട് മാത്രമല്ല സാർ ഇപ്പൊ എന്നെ ചൂസ് ചെയ്തത്? അതല്ലാതെ ഇഫ് നിങ്ങളായിട്ട് സ്വയം ഇങ്ങോട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് സാറേ എൻ്റെ ഒരു സെഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, എനിക്ക് സ്റ്റുഡൻസിനോട് അല്ലല്ല പാസ് സാറേ, ചെയ്യാനുള്ള ഒരു മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിക്കും ചെയ്യും. അതല്ല സാറേ, ഈ 100 അല്ലേ, 20% ആൾക്കാർ മാത്രമേ പാസ്സാകുന്നുള്ളൂ. യെസ് മെജോറിറ്റി പേര് ഫെയിൽ ആവുന്ന എക്സാം CA എക്സാം. യെസ്. അപ്പൊ നമ്മൾ 20% മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ബാക്കിയുള്ള 80% ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അവരെ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ലേ? യെസ്, കഴിയും. ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സ് ആവട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്തും പാസ്സായാലും വേറെ ലെവലാണ്. യെസ് യെസ് സഫാൻ ഭായ്. നമ്മൾ ആദ്യത്തെ സെഷൻ ടൈം ഔട്ട് ആയിക്കൊണ്ട് ക്യാൻസൽ ആയി. യെസ്, നിങ്ങള് എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്? യെസ്, ക്യാരി ഓൺ. അതായത് 20% പാസ് ആവുന്നുള്ളൂ, 80% ഫെയിൽ ആവുന്നുണ്ട്. യാ. ഇപ്പൊ സാറിന് ഈ 20% മാത്രം ഫോക്കസ് ആക്കാണ്ട് സാറിന് ഈ 80% കൂടി ഫോക്കസ് ആക്കിക്കൂടെ എന്നാലും? ആക്ച്വലി സഫാൻ ഭായ്, ഐ തിങ്ക് നിങ്ങള്
ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇല്ല ഞാൻ സാർ. അല്ല ഞാൻ ഒരു സംഭവം പറയട്ടെ. അതായത് ഈ സക്സസ് സ്റ്റോറീസ് എന്നുള്ള സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ അതായത് എത്രയോ വർഷങ്ങളായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്. എല്ലാ സെഷന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാറുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് റിസൾട്ടിന്റെ അന്ന് ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായി എന്നുള്ള മെസ്സേജ് അയക്കും. അവര് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഒരു കൺഗ്രാറ്റ്സ് എന്നുള്ള സാധനം അങ്ങനെ വിടുകയാണ്. ഫെയിൽ ആയ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യാനുണ്ട്. ഫെയിൽ ആയ സ്റ്റുഡൻസിന് നമുക്ക് ഒറ്റ വാക്കിൽ കുഴപ്പമില്ല മോനെ അടുത്ത വട്ടം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല. ഫെയിൽ ആയ സ്റ്റുഡൻസിന് നമുക്ക് 1 by 1 ഓരോ സ്റ്റുഡന്റ് എന്തുകൊണ്ട് ഫെയിലായി അത് നമുക്ക് അസസ് ചെയ്യണം. അടുത്ത റിക്കവറി പ്ലാൻ എന്താ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഈ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിന്റെ മെസ്സേജ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന സ്കീമിൽ പെട്ട ഒരു സംഭവമാണ് സക്സസ് സ്റ്റോറി. ഈ സക്സസ് സ്റ്റോറിയിൽ വന്നിട്ട് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സ്റ്റുഡൻസിൽ റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പം അടുത്ത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക്. അതായത് ഈ ജാനുവരി എക്സാമിൽ കേരളത്തിൽ സി എ ഇന്റർമീഡിയറ്റിൽ 3 ഓൾ ഇന്ത്യ റാങ്ക് എല്ലാവരും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. അതിന്റെ മുന്നൊന്നും സി എ ഇന്റർമീഡിയറ്റില്ല. ഒരു വട്ടം സി എ ഇന്റർമീഡിയറ്റിൽ ഒരു അമൃത് ഹാരിസ് എന്ന സ്റ്റുഡന്റ് സി എ ഇന്റർമീഡിയറ്റിൽ 16th റാങ്ക്, അവർ ഫൈനൽ ക്വാളിഫൈ ചെയ്തു, ഫൈനലിൽ 5th റാങ്ക്. അതായത് റാങ്ക് ഹോൾഡേഴ്സ് നമ്മൾ സെഷൻ വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 രീതിയിൽ കാണണം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് ഈ നോർത്ത് ഇന്ത്യൻസ് സ്റ്റുഡൻസ് റാങ്ക് അടിക്കുന്നതും അവർ ഇന്റർവ്യൂവും ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് പോസിബിൾ ആണ് എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ റാങ്ക് വേണ്ട, അത് വേറെ ഒരു ലീഗാണ്, ഒരു റേഞ്ചാണ്, നമുക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. ആസ് കമ്പയർഡ് ടു അവിടെ നോർത്തിൽ പല സ്റ്റുഡൻസിനും റാങ്ക് എന്നുള്ള ഫോക്കസിലാണ് പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് റാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഓട്ടോമാറ്റിക്കലി റാങ്കിന് ഇപ്പൊ കിട്ടാത്ത സിറ്റുവേഷൻ വന്നാലും പാസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല, എന്തായാലും പാസ്സാവും. അപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മളെ സെഷൻ, ഞാൻ ഈ സക്സസ് സ്റ്റോറീസ് ഫുള്ള് കണ്ടക്ട് ചെയ്യണത് ആക്ച്വലി ആ പാസ്സായ സ്റ്റുഡൻസിന്റെ ഒരു ഇവന്റ് എന്നുള്ള രീതിയിലല്ല. അത് ഫോക്കസ് ചെയ്യുന്നത് ആ 80% സ്റ്റുഡൻസിന് തന്നെയാണ്. അവർക്ക് ഇതിന്ന് മെസ്സേജ് കിട്ടിയിട്ട് ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. മെന്റൽ സപ്പോർട്ട് എന്നുള്ള ഏരിയ മാക്സിമം കൊടുക്കാൻ. ബീങ് എ ഫാക്കൽറ്റി നമുക്ക് ക്ലാസിന്റെ സപ്പോർട്ട് കൊടുക്കുക. മെന്റൽ സപ്പോർട്ടിലുള്ള ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് കേൾക്കുമ്പോഴേ അവർക്കും ഇത് അച്ചീവബിൾ ആണ് എന്നുള്ളൊരു മെസ്സേജ് കിട്ടുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇപ്പൊ നിങ്ങൾ ചോദിച്ച മാതിരി നിങ്ങൾ ഈ സെഷനിൽ ഞാൻ കൊണ്ടുവന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് ചോദിക്കാം, സഫാനെ ഒരു സെഷനിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ. അസ്യൂം നിങ്ങൾ ഫെയിലായി, അല്ലെങ്കിൽ നിങ്ങളെ കേസിലല്ല, നിങ്ങളെ മനസ്സിലാക്കുന്ന അത്യാവശ്യം മെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഒരു കുട്ടി ഫെയിലായി, ഇപ്പൊ ഇന്നും വന്ന മെസ്സേജ് ഉണ്ട്, ഇന്ന് 3 സ്റ്റുഡൻസിന്റെ മെസ്സേജ് ഉണ്ട് രാവിലെ തന്നെ ഫൗണ്ടേഷനിൽ, സാറേ ഞാൻ ഫെയിലായി. അപ്പൊ നമ്മൾ അവർക്ക് അടുത്ത സെപ്റ്റംബർ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ള പറഞ്ഞു കൊടുക്കണം. അല്ലാതെ എടാ അജന്റെ കൂടെ ഒന്ന് ഓൺലൈൻ സെഷനിൽ വരുമോ, എന്റെ കഥ ഒന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവോ എന്ന്, അതൊരു അവരെ പോയിന്റ് ഓഫ് വ്യൂ ശവത്ത് കുത്തണ മാതിരിയാണ്. കാരണം അവര് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങളെ പോലെ ഒരു മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ല ഒരുപാട് പേര്. അവർക്ക് ഇത് ഞാനിനി എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും, ഞാൻ ഇത് മറച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങനെ എന്റെ ഫാമിലിനെ കൺവിൻസ് ചെയ്യും അടുത്ത അറ്റംപ്റ്റ് എഴുതാൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ അവിടെ ഞാൻ പറഞ്ഞത്, ഈ നിങ്ങൾ തന്നെ സ്വയം എന്നെ കോൺടാക്ട് ചെയ്യാണ്. ഇപ്പൊ ഒരു സക്സസ് സ്റ്റോറീസ് ഒരു സ്റ്റുഡന്റ് വന്നിരുന്നു കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാല് ഒരു 7 8 സെഷൻ കുട്ടികളെ സെഷൻസ് എല്ലാം അതിന്റെ ഇടയിൽ ഒരു കുട്ടി, ഒരു മനീഷ് എന്നൊരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തിട്ട് അവൻ പറഞ്ഞു സാറേ എനിക്ക് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ നമ്മൾ ഈ അജണ്ട ടാർഗറ്റ് വെച്ച് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാൻസ് തരാന്ന് പറഞ്ഞു. ആള് വന്നിട്ട് അയാളെ ഫുൾ സ്ട്രഗിൾസ് പറഞ്ഞു, ഫുൾ അടിപൊളി സ്റ്റോറി ചെയ്യുന്ന കേട്ടോ. ഇൻഫാക്ട് ആ പേഴ്സൺ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടുത്തെ വൈഫൈ വെച്ചിട്ട് യൂട്യൂബിലെ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് രാവിലെ ജോബിന് പോവും. പഠിക്കാനുള്ള റിസോഴ്സ് ഇല്ല, ഫണ്ട് ഇല്ല, ബുക്സ് ഇല്ല. അന്ന് അവൻ ചോദിച്ചൊരു വാക്കുണ്ട്, എനിക്ക് ആർക്കെങ്കിലും ബുക്സ് അയച്ചുതരാൻ പറ്റുമോ, സ്പോൺസർ ചെയ്യാൻ അയച്ചുതരാൻ പറ്റുമോ എന്നുള്ളത്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഈ ഓരോ വർഷം ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുക, ബുക്സ് കൊടുക്കുക എന്നുള്ളത്, അതിലൊക്കെ ഞാൻ പറയാറുണ്ട്. അന്ന് മനീഷ് പറഞ്ഞ ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ വർഷവും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ക്ലാസ്സും ബുക്സും കൊടുക്കുക എന്നുള്ള സംഭവം തന്നെ തുടങ്ങിയതാണ്. സോ നമ്മുടെ ഈ സക്സസ് സ്റ്റോറീസിന്റെ സെഷന്റെ പിന്നിലുള്ള ഇന്റൻഷൻ ഇപ്പോഴും ആ ക്ലിയർ ആവാത്ത സ്റ്റുഡൻസിന്, അവരിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടെടുത്തു, അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി, അവർ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സക്സസ് സ്റ്റോറീസ് കണ്ടക്ട് ചെയ്തു, അതിൽ നിന്ന് പലർക്കും സ്പാർക്ക് കത്തി, പല സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് കേട്ടിട്ട് അവർ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും സ്റ്റാർട്ട് ആവാത്ത ആൾക്കാർ നമ്മൾ ചിലപ്പോൾ പേഴ്സണലി അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ കൊടുത്താണ്ട് ഗൈഡ് ചെയ്യേണ്ടി വരും. ഇന്റൻഷൻ ഓഫ് ദിസ് എൻറ്റയർ സീരീസ് ഇറ്റ് സെൽഫ് വാസ് ആ പാസ്സായ സ്റ്റുഡൻസിനല്ല, അവർ അടുത്ത ആർട്ടിക്കിൾഷിപ്പിന് പോവും, ഫൈനലിന് പോവും, അവർക്ക് ഇങ്ങനെ സെഷന്റെ ആവശ്യം പോലും ഇല്ല. ഞാൻ പറയുന്നതല്ല, ഇപ്പൊ സക്സസ് സ്റ്റോറീസ് ഇപ്പൊ എങ്ങനെ പാസ്സായി അവർക്ക് പറഞ്ഞു കൊടുക്കുക.
ഇപ്പോൾ ഓക്കെ ഓൾ ഇന്ത്യ റാങ്ക് ഈ മറ്റേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോധ പാസ്സായി അവരെങ്ങനെ പഠിച്ചു എന്ന് നമ്മളിപ്പം ചോദിക്കുക. യെസ്, നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് നമ്മൾ അവരോട് അവർക്ക് പറഞ്ഞെങ്കിൽ അത് മറ്റേ ഫെയിലിയേഴ്സിന് അവർക്ക് മനസ്സിലാവും. അത് ഡിസ്കസ് സ്റ്റുഡൻസിന് ചെയ്യാറുണ്ട് ഫെയിലിയർ പല സെഷനിലും ആക്ച്വലി, ഇൻക്ലൂഡിങ് നമ്മളെ റാങ്ക് ഹോൾഡേഴ്സിൽ, കേരളത്തിലുള്ള റാങ്ക് ഹോൾഡേഴ്സിന്റെ സെഷനിൽ വന്നൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് അതായിരുന്നു. ചില സ്റ്റുഡൻസ് റാങ്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ലേന്നു. ചില സ്റ്റുഡന്റ്, ഞാൻ ഈ പറഞ്ഞ അമൃത് ഹാരിസിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് അവർ പലപ്പോഴും കരഞ്ഞ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, എന്നെ കൊണ്ട് ഈ കോഴ്സ് പറ്റൂല എന്ന് വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യാന്ന്. ഇത് റാങ്ക് ഹോൾഡറാ സംസാരിക്കുന്നത് കേട്ടോ. റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 16 അടിച്ച സ്റ്റുഡന്റ്. നമ്മള് നമ്മൾ ശരിക്ക് ഓരോ ആസ്പെക്ട് നോക്കും സഫാൻ. നമ്മളിപ്പോൾ ചില സ്റ്റുഡൻസ് ചിലപ്പോൾ കോസ്റ്റിംഗിൽ നല്ല മാർക്ക് കിട്ടിയ സ്റ്റുഡന്റ് ആണെങ്കിൽ അതിൽ എന്ത് ചെയ്തു എന്നുള്ള ടിപ്സ് നമ്മൾ ആ സെഷനിൽ പെർട്ടിക്കുലർ ആയിട്ട് ഫോക്കസ് ചെയ്യും. റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളെ കേസിലാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ഓരോരുത്തർക്ക് കണക്ട് ആവുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് ആയിരിക്കും. ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ യെസ് നിങ്ങളെ ആ യാ യാ അവരെങ്ങനെ ഫെയിലായി നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ബാക്കി ഫെയിലേഴ്സിന് എന്തെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആക്കിക്കൂടെ ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൂടി ഒരാൾ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഒന്ന്. വാട്ട് വുഡ് ബി ബെറ്റർ, നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇവിടെ നോട്ട് എഴുതിയെടുക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ ഒരു പാസ്സായ കുട്ടിയും ഫെയിലായ കുട്ടിയും, ഓക്കെ പാസ്സായ കുട്ടി എങ്ങനെ പാസ്സായി, എത്ര ഓക്കെ പഠിച്ചു, എങ്ങനെ പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും പാസ് നമുക്ക് കിട്ടും, നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ ഫെയിലായ കുട്ടി ഓക്കെ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും നിങ്ങൾ എങ്ങനെ ഫെയിലായി. ഓക്കെ അപ്പൊ ആ ഒരു എന്താ പറയുക, ഒരു എക്സാമിൻ ചെയ്യാം ഓക്കെ അവരെ, അനലൈസ് പോലെ ഓക്കെ ഇത്ര ഇങ്ങനെ ആക്കി ചാൻസ് ഉണ്ട് എന്ന്. ഓക്കെ നമ്മളിപ്പോ എല്ലാ കാര്യത്തിലും നമ്മളൊരു മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുന്ന പോലെ തന്നെ യെസ്. പാസ്സായാലും പാസ്സായാലും അല്ല, സോറി, പഠിച്ചാലും ഫെയിലാവും, പഠിച്ചില്ലെങ്കിലും ഫെയിലാവും. അപ്പൊ നിങ്ങൾ പറയണത് ഇപ്പൊ പാസ്സായ സ്റ്റുഡൻസിന് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ട് സെഷൻ കണ്ടക്ട് ചെയ്യണ പോലെ ഫെയിൽ ആയ ഫെയിലായി സ്റ്റുഡൻസിന്റെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം എന്നാണോ? അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കിയൊക്കെ മനസ്സിലാവാൻ വേണ്ടി. പാസ്സായ സ്റ്റുഡൻസിന് നമുക്ക് ആക്ച്വലി ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് പാസ്സായ സ്റ്റുഡൻസിന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഫെയിലായ സ്റ്റുഡൻസിന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ, അവിടെയാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഫെയിലായ സ്റ്റുഡന്റ് എന്നോട് വന്നിട്ട് പറയണം, സാറേ എനിക്ക് ഒരു നിങ്ങളെ സെഷനിൽ വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇൻക്ലൂഡ് ചെയ്യും സഫാൻ. അതിന് ഫെയിലായ സെഷൻ തന്നെ ആക്കണം. അവർക്ക് പറ്റിയൊരു പിന്നെ എന്താ ചെയ്യുന്നത് പറയുക, നമ്മള് അവരെ സ്റ്റോറീസ് കേൾക്കും. അവർ കേട്ടിട്ട് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാറുള്ള യൂട്യൂബ് വീഡിയോസിലുള്ള സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ചായിട്ടുള്ള ടിപ്സ് പറയുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പോഴത് അവൈലബിൾ ആട്ടോ, നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറുള്ള, നിങ്ങൾ ഭൂരിഭാഗം ഫെയിലായ സ്റ്റുഡൻസിന്റെയും ഭൂരിഭാഗം വരുത്തുന്ന മിസ്റ്റേക്സ് എന്താ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മെജോറിറ്റി ആൾക്കാർക്കും ടൈം മാനേജ്മെന്റ്. അപ്പൊ ടൈം എങ്ങനെ മാനേജ് ചെയ്യുക, അതിന്റെ ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ നമ്മൾ പറയാറുണ്ട്, ഫസ്റ്റ് എക്സാം പലപ്പോഴും ടെക്നിക്കൽ ആവാറുണ്ട്. അത് ചെയ്യുന്നതിന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെക്കൻഡ് എക്സാം നമ്മൾ തന്നെ ഹോപ്പ് ഗിവ് അപ്പ് ചെയ്തിട്ട് ചിലർ എഴുതാതിരിക്കും, ചിലർ എഴുതും. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ടെക്നിക്കാലിറ്റി കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഭയങ്കര ഫുൾ എഫിഷ്യൻസി കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. മീൻസ് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന ടിപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ ഇപ്പോൾ ഞാനായാലും ഏത് ഫാക്കൽറ്റി ഷെയർ ചെയ്യുന്ന ടിപ്സ് എന്ത് ബേസിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലത്തെ നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസിലുള്ള നമ്മളെ സ്റ്റുഡൻസ് ഫെയിൽ ആയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ സ്റ്റോറീസിന്റെ ബേസിസിലാണ് ഈ ടിപ്സ് ഷെയർ ചെയ്യണത്. ഈ സംഭവം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സഫാൻ. അതായത് ഇപ്പൊ നമ്മളും പറയാറുണ്ട്, നമുക്ക് ലെസൺസ് ഉണ്ട്. പാസ്സായ ആൾക്കാരുടെ ലെസൺസ് ഉണ്ട്, ഫെയിൽ ആയ ആൾക്കാരുടെ ലെസൺസ് ഉണ്ട്. ഫെയിൽ ആയ ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടാണ് ഫെയിൽ ആയത് അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, പാസ്സായ ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ് പാസ്സായത് അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. ആ സംഭവം നമ്മൾ ഓൾറെഡി ചെയ്തു പോകുന്നതാണ്. പിന്നെ അഡീഷണൽ എനിക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പോ ഇഗ്നോ ഡിഗ്രി ചെയ്യുന്നത് CA കൂടെ ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള സംഭവം പറഞ്ഞു, ഞാൻ അത് അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇവിടെ പബ്ലിക് ആക്കാൻ പറ്റും. യുവർ ഇന്റൻഷൻ ഇസ് ഓൾസോ മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. എന്നോട് ഒരുപാട് പേര് ഈ കൺസേൺ പറഞ്ഞ് വരാറുണ്ട്. സോ നൗ ഐ നോ നിങ്ങൾക്ക് അത് റൂട്ട് ചെയ്ത് തരാൻ പറ്റും, നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ വെരി ഗുഡ് തിങ്. അതർ ദൻ ദാറ്റ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിലും അഡീഷണൽ എന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്യും. ഇനി അതല്ല നിങ്ങളെ സൈഡിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ കൊളാബ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവങ്ങൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഉണ്ടാവും.
നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ സാറാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. സാറേ, പിന്നെന്താ വെച്ചാൽ സാർ, ഈ ഗേൾസിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഈ എഫേർട്ട് ഉണ്ടാവും CA ഒന്ന് പാസ്സാകാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് വെച്ചാൽ CA ഡ്രോപ്പ് ചെയ്യാൻ പോയി. അവർ ഈ അറ്റംപ്റ്റും ഫെയിലാണ്. ഒരുപാട് അറ്റംപ്റ്റ് എഴുതി, ഇനിയും പാസ്സായിട്ടില്ല. കാരണം എല്ലാം അത്രയ്ക്ക് വലിയ കുട്ടി പഠിക്കുന്നുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടല്ല, +2 സ്കൂൾ ടോപ്പർ ആയിരുന്നു. ഫൗണ്ടേഷൻ ഫസ്റ്റ് 2 പാസ്സായി. എല്ലാം അറ്റംപ്റ്റ് ഫെയിൽ ആകുന്ന ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ അഗ്രിഗേറ്റിൽ ഫെയിൽ ആവും, അല്ലെങ്കിൽ ടാക്സിൽ കുറച്ച് മാർക്കായിട്ട് ഫെയിൽ ആവും. പക്ഷെ അവരും പഠിച്ചിട്ടാ സാറേ ഫെയിൽ ആവുന്നത്, അതാ മനസ്സിലാവാത്ത. അപ്പൊ അവരൊന്ന് എക്സാമിൻ ചെയ്യുന്നെങ്കിൽ ഇതാണ് ഇതിന്റെ പ്രശ്നം, ഇതാണ്. അപ്പൊ അതങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ. അങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ടാവും സാറേ. ഈ 20% മാത്രം പാസ്സാവുന്നത്, 80% ഫെയിലാണ്. മെജോറിറ്റി അത്രക്ക് മെജോറിറ്റി പാസ് പെർസെന്റേജിന്റെ 3 ഇരട്ടി 4 ഇരട്ടി സാറേ ഫെയിലാവുന്നത്. അപ്പൊ അത്രയും പേര് ഫെയിൽ ആവുന്ന എക്സാമിന് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ അവര് ഇപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ഫ്രണ്ടാണ് എന്നുള്ളത്. ഉം, നിങ്ങൾക്ക് അവിടെ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു സംഭവം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് കുറച്ച് ചെക്ക് ലിസ്റ്റ് പറയാം കേട്ടോ, സെലക്ട് നോക്കാനുള്ളത്. അവരുണ്ട്. Yeah. അവരോട് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന കൂടെ CMA കൂടി എടുത്തുകൂടെയും വീട്ടിൽ അച്ഛനെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ വിടില്ല എന്നാ പറഞ്ഞത്. അത് ഗേൾസിന്റെ കേസിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവരൊക്കെ ഒരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. സഫാൻ ഭായ്, അത് ആക്ച്വലി ഒരു ജെൻഡറിന്റെ ഫാക്ടർ മാത്രമല്ല, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ബോയ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. ഒന്നത്. രണ്ടാമത്തെ സിനാരിയോ, എൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ പറയുക, ഇപ്പൊ ബീങ് എ ഫാക്കൽറ്റി, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ CA ഇന്റർമീഡിയറ്റ് എടുത്തു തരുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ എല്ലാ ഫാക്കൽറ്റിക്കും പറയാനുള്ള സ്റ്റഡി പ്ലാൻ കേട്ട് നോക്കുക. എല്ലാവരും സക്സസ്ഫുൾ ആയത് ഒരേ പ്ലാൻ യൂസ് ചെയ്തിട്ടാവൂല. കാരണം എല്ലാവരും അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ആവൂല. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടെ ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. വേറെ ഫാക്കൽറ്റിന് സറൗണ്ടിങ് ഡിഫറെന്റ് ആണെങ്കിൽ അവരനുസരിച്ചുള്ള പ്ലാൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സാധനം, ഞാൻ എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയ ഫാക്കൽറ്റിയേക്കാൾ അപ്പുറത്തുള്ള ആള്. ദാറ്റ് ഡസൻ മീൻ അയാൾ തെറ്റും ഞാൻ ശരിയും, അല്ലെങ്കിൽ ഞാൻ തെറ്റും അയാൾ ശരി എന്നുള്ളതല്ല. എല്ലാവരും പ്ലാനും കേട്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആവുക, ഏറ്റവും സ്യൂട്ടബിൾ ആവുക, അത് അഡോപ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളത്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളെ അറ്റ്മോസ്ഫിയറിന് ഈ പ്ലാനിൽ ഇങ്ങനെയൊക്കെ ഡ്രോബാക്ക് ഉണ്ട്, നിങ്ങളെ അറ്റ്മോസ്ഫിയറിന് ഇതാണ് ആപ്റ്റ് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മൈൻഡ് പറഞ്ഞ പ്ലാൻ അഡോപ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഫസ്റ്റ് തിങ്, ഞാനിത് ഇവിടെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ സഫാന്റെ കേസിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് CAന്റെ കൂടെ CMA കൊണ്ടുപോയതുകൊണ്ടും ഡിഗ്രി കൊണ്ടുപോയതുകൊണ്ടും നിങ്ങൾ എന്തുകൊണ്ടും നന്നായി എന്നുള്ള ഡിസിഷൻ. അവിടെ ബീങ് എ ഫാക്കൽറ്റി ഞാൻ കണ്ടുള്ള തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള ഒരു ഇഷ്യൂ ആണ് ഞാൻ നിങ്ങളെടുത്ത് റേസ് ചെയ്തത്. അവിടെ ഭൂരിഭാഗം ആൾക്കാരും പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സ് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിലേക്കാണ് പോവാണ്. അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചിന്തിക്കുകയാണ്, CA ഫൗണ്ടേഷൻ വന്ന കുട്ടികൾക്ക് 20% പാസ് ആവുള്ളൂ, ബാക്കി 80% നഷ്ടപ്പെട്ടു പോകും. അവരെ കൊണ്ട് CMAക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ചാൽ അവർ CMA ഫൗണ്ടേഷൻ പാസ്സായ അവർ CMA ഇന്റർമീഡിയറ്റിലേക്ക് എനിക്ക് കിട്ടും. ഇത് മാർക്കറ്റിൽ നടക്കുന്ന പ്രാക്ടീസ് ആണ് കേട്ടോ സഫാൻ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ ഉണ്ട് റീസെന്റ് പാസ്സായത്. CA ഫൗണ്ടേഷൻ 2 അറ്റംപ്റ്റ് എടുത്തു, CA ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ്, CA ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ്. അവനൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ മാതിരി CAന്റെ കൂടെ CMA ചെയ്തിരുന്നെങ്കിൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷൻ കിട്ടാതിരുന്നെങ്കിൽ നേരെ CMA റൂട്ടിൽ പോയിട്ടുണ്ടാവും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ചിലപ്പോ ഈ കംപ്ലീറ്റ് പ്രഷറും മാനേജ് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വർക്കിന്റെ കൂടെ, സ്വന്തമായിട്ടുള്ള വർക്കിന്റെ കൂടെ CMA ഡിഗ്രി എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. പല സ്റ്റുഡൻസിനും ഓൾറെഡി CA ബേർഡൻ ആയി കിടക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ CMAയും കൂടി അഡ്വൈസ് ചെയ്ത് കൊടുത്താൽ അത് ചിലപ്പോൾ അവരെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വേഴ്സ് ആക്കുക ചെയ്യുക. വി നെവർ നോ. ഇപ്പോൾ എനിക്ക് വർക്ക്ഔട്ട്, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള സംഭവമാണ്, ഞാൻ CAക്ക് എല്ലാ സബ്ജക്റ്റും ഒന്നിച്ചൊരു ദിവസം പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ CA ഫൈനൽ 8 സബ്ജക്റ്റ് ഉണ്ട്, ഡെയിലി 8 സബ്ജക്റ്റ് പഠിക്കുക, 1.5 മണിക്കൂർ ഒരു സബ്ജക്റ്റിന്. കാരണം ഞാൻ അന്ന് വായിച്ച പല ആർട്ടിക്കിളും റാങ്ക് ഹോൾഡേഴ്സ് അതാ ചെയ്തത്.
എന്നോട് പല ഫാക്കൽറ്റിയും അങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമെന്ന് പറഞ്ഞു. ഞാനത് ട്രൈ ചെയ്തു, എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലായി. പക്ഷെ ഞാനത് പലർക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഐ റിയലൈസ് ദാറ്റ് പലർക്കും അത് ബെനിഫിഷ്യലിനേക്കാളും ഹാംഫുൾ ആണ്. അവർ കൺഫ്യൂസിങ് ആവുക ചെയ്യണം. അപ്പോൾ ഐ റിയലൈസ്ഡ് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നിങ്ങളെ ഫ്രണ്ടിന്റെ കേസിൽ വരെ, ഇപ്പൊ നിങ്ങളെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. എനിക്ക് അവരെ മാർക്ക് ലിസ്റ്റേ കിട്ടുള്ളൂ. മാർക്ക് ലിസ്റ്റിന്റെ ബേസിസിൽ മാത്രം അവരെ ജഡ്ജ് ചെയ്തിട്ട് അഡ്വൈസ് കൊടുക്കാനേ പറ്റുള്ളൂ. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ എഴുതിയ ആൻസർ ഷീറ്റ്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ വന്ന് നോക്കാം. എക്സാമിൽ അവർക്ക് എന്താ പറയാ, നെർവസ്നെസ് ഉണ്ടോ, ഓവർ നെർവസ് ആയിട്ട് നമുക്ക് പഠിച്ചത് മറന്നു പോവുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ആയാൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ഹോപ്പ് വിട്ടു പോവുക. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് നല്ല പഠിക്കുന്ന ആൾക്കാരെ എഫക്ട് ചെയ്യും. എത്ര മാർക്കിന് അറ്റൻഡ് ചെയ്തു, അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തടത്തോളം കാലം അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ആൾക്കാരെ എത്തിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ക്രാഷ് ക്ലാസ് വാങ്ങണം. അപ്പോൾ ഞാൻ അവരെ മാർക്ക് ലിസ്റ്റ് വെച്ചപ്പോൾ കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നു. എല്ലാ പേപ്പറിലും ഫൗണ്ടേഷനാണ് പറഞ്ഞിട്ടോ, അക്കൗണ്ട്സും ലോയും മാത്സിലും എക്കണോമിക്സിലും പാസ്സാവുന്നില്ല കുട്ടി 4 അറ്റംപ്റ്റ് എടുത്തിട്ടും. അപ്പൊ അവർക്ക് ഇനിയിപ്പോ ഒരു ഇപ്പൊ എനിക്കിപ്പോ എന്റെ ക്ലാസ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് എനിക്ക് കിട്ടും. പക്ഷെ നമ്മൾ അവിടെ അസസ് ചെയ്യേണ്ടത് ലോ മാത്രം പാസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അവരുടെ പ്രോബ്ലം എവിടെ, പഠിച്ചിട്ടും ക്ലിയർ ആവാത്തതാണെങ്കിൽ അവർക്ക് വേണ്ടത് ടെസ്റ്റ് സീരീസ് ആണോ, അവർക്ക് വേണ്ടത് മെന്റർഷിപ്പ് ആണോ, ആ ഒരു അസസ്മെന്റ് നമുക്ക് ചെയ്യാനുണ്ട്. അത് ഡിഫറെന്റ് സ്റ്റുഡൻസിന് ഡിഫറെന്റ് റിക്വയർമെന്റ് ആയിരിക്കും. അവിടെ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല സക്സസ്ഫുള്ളി അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന മെന്റർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഞാൻ ഇവരെ റെഫർ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് കൊണ്ടുവരുന്ന ആൾക്കാർ ഞാൻ റെഫർ ചെയ്ത് കൊടുക്കും. ആ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് അവിടെ നഷ്ടം ഉണ്ടാവും കേട്ടോ, ഇത് എന്റെ ക്ലാസ് അവിടെ സെയിൽ ആയില്ല എന്നുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ അൽഹംദുലില്ലാ പഠിച്ചവനിപ്പോൾ പ്രാക്ടീസ് ആയിട്ടും ബിസിനസ് ആയിട്ടും കുറെ സംഭവങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ക്രാഷിന്റെ ചെറിയൊരു എമൗണ്ട് സെയിൽ ആയിട്ട് കിട്ടിയിട്ട് വേണമെന്നില്ല. നമുക്ക് ലൈക്ക് ഇവര് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മളോട് പറയണം അവർ പാസ്സായി, അല്ലെങ്കിൽ നമ്മളെ അഡ്വൈസ് അവർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് എ വെരി ബിഗ് തിങ്. നമ്മൾ വേറെ ആളെ ലൈഫിൽ വാല്യൂ അഡീഷൻ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയ പുതിയൊരു വാല്യൂ അഡീഷൻ ആണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു സെക്ട് ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി നിങ്ങളിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചതല്ല, നമ്മൾ സി എ സാറേ സ്റ്റെപ്പ് ആയിട്ടില്ല. ഓക്കെ ഇല്ല അല്ലല്ല. സാറേ, സി എ ഫൗണ്ടേഷന്റെ അത്ര ടഫ് അല്ല സി എം എ ഫൗണ്ടേഷൻ. അല്ല. ഫുള്ളി എം സി ആണ് ഫുള്ളി എം യെസ്. സി ക്യു, ട്രൂ. നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല. ഇല്ല ട്രൂ. പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് സിംപിളി പാസ്സാകാൻ പറ്റും സി എം എ ഫൗണ്ടേഷൻ. യെസ്. ഈ സി എ ഫൗണ്ടേഷന്റെ പാസ് പെർസെൻറ്റേജ് 19-20 അങ്ങനെ ഉണ്ടാവില്ല. സി എം എ ഫൗണ്ടേഷന്റെ പാസ് പെർസെൻറ്റേജ് 50-60 ആ റേഞ്ച് ഉണ്ടാവും. യെസ്. സി ഫൗണ്ടേഷൻ പഠിച്ച ഒരാൾക്ക് സി എം എ ഫൗണ്ടേഷൻ റാങ്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്. അത്രയ്ക്കും ട്രൂ. പറയത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സി എ ഫൗണ്ടേഷൻ ഫെയിൽ ആയിട്ട് ഇങ്ങനെ ഡെസ്പെറേറ്റ് എടുക്കുന്ന ഒരാൾ സി എം ഫൗണ്ടേഷൻ കൂടി പാസ്സായാൽ അത് അവർക്കൊരു റാഹത്താണ്. യെസ്. അവർക്ക് ഇനി രണ്ടും ഒരു ഒരു എന്താ ഒരു അവർക്കൊരു ഇത് കിട്ടും, മോട്ടിവേഷൻ കിട്ടും. ശരിയാണ്. അതാണ് പറഞ്ഞു വന്നത്. മനസ്സിലായി അത്. ചില എല്ലാ കേസിലും സാറും ഡിഫറെന്റ് ആയിരിക്കും. ചില കേസിൽ അവർക്കൊരു ഇനിയും മതി, ഇനിയും കഴിയില്ല, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുക. അല്ലെങ്കിൽ പേരൻസ് വിട്ടുന്നില്ല, അങ്ങനത്തെ ഓരോ കേസ് ഉണ്ടാവും. അത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മളത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കണം. കാരണം ചില പേരൻസിനെ പറ്റി ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്, അങ്ങനെ അവർ പറയാം. ഞാൻ കുറെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ആൾക്കാർ പറയുന്നത്. സോ നമ്മൾ സ്റ്റുഡൻസിനെ പോലെ തന്നെ പേരൻസിനും ഇങ്ങനെ ഓരോ സെഷൻ വെക്കേണ്ടി വരും, അവർക്കായിട്ട് മാത്രമായിട്ട്. ശരിയാണ്. പിന്നെ സാറേ, ഈ രാമായണിലെ ഏറ്റവും റീസൺ ഒരു റിഗ്രറ്റും കൂടിയുണ്ട് അതിന്റെ കേസിൽ. കാരണം സാറിന് ഓർമ്മയുണ്ട് 60 നമ്മളാണ് ഇന്റർ ബാച്ചിൽ ഉണ്ടായത് എൻ്റെ ക്ലാസ്സിൽ. ഓരോ അറ്റംപ്റ്റ് കഴിയും തോറും ഈ ഫ്രണ്ട്സിന്റെ എണ്ണം കുറഞ്ഞു വരും, ടച്ച് കുറയും. അങ്ങനെ ആയിട്ട് മെല്ലെ മെല്ലെ ഞാൻ വിടുന്നതാണോ അല്ലെങ്കിൽ അവർ വിടുന്നതാണോ അറിയില്ല അത്. കാരണം വെച്ചാൽ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പിന്നെ മടിയാണ്. അവിടെ പറയണ്ടേ സാർ ഇപ്രാവശ്യം ഫിലാന്ന് പറയണ്ടേ, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുന്നുണ്ട് സാറേ. കാരണം പിന്നെ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ അവരൊന്നെങ്കിൽ ഇന്ന് പോസ്റ്റിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇവിടെ ആർട്ടിഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സി എ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നു, കേൾക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് അടിക്കും. അപ്പോൾ ഞാനങ്ങനെ അന്ന് പാസ് ഞാൻ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് അതാ പിന്നെ ഓർമ്മ വരിക. ഈ പറയാന്ന് വെച്ചാൽ
പഠിക്കുന്ന പിള്ളേരോട് ഫോൺ അവിടെ വെക്കാൻ പറയാം. ഈ ബാക്കി ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഓരോന്ന് കാണുന്നത് പിന്നെ വല്ലാണ്ട് റിപ്പീറ്റ് അടിക്കും. ഛേ, അന്ന് ഞാൻ ഇങ്ങനെ ആക്കി പാസ്സാവായിരുന്നു അല്ലേ, അങ്ങനത്തെ ഒരു കേസ് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കേസിൽ വെച്ചാൽ ഓഫ്ലൈൻ ഫ്രണ്ട്സ് ഇങ്ങനെ കുറഞ്ഞിട്ട് ഓൺലൈൻ ഫ്രണ്ട്സ് ഇങ്ങനെ കൂടിയത്. കാരണം ആകെ 4 പേരെ ഉണ്ടായിട്ടില്ല. അനുരാഗ്, സഞ്ജു, വിഷ്ണുപ്രിയൻ, പിന്നെ ഹർഷ. 4 പേരെ ഒരുമിച്ച് ഉണ്ടായിട്ടില്ല അന്നും ഇന്നുമായിട്ട്. ഒരാളും ഒരുമിച്ച് ഉണ്ടായിട്ടില്ല ഓൺലൈൻ ഈ ഓഫ്ലൈൻ ഫ്രണ്ട്സ് ആയിട്ട്. ബാക്കി എല്ലാവരും പോയി. കാരണം വെച്ചാൽ അവർ സി ക്വാളിഫൈ ആയി. എൻ്റെ ഒപ്പം പഠിച്ച മെജോറിറ്റി ആൾക്കാരും സി ക്വാളിഫൈ ആയി. സി എക്സാം എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ആർട്സ് കംപ്ലീറ്റ് ആയവർ ഒരാളും ഇപ്പോൾ ഒരുമിച്ചില്ല. ആകെ 4 പേരെ എൻ്റെ പഠിപ്പുള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പം സാറേ ശരിക്കും പഠിക്കാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പഠിക്കാനുള്ള ഏറ്റവും വലിയ ഈ ഡീമോട്ടിവേഷൻ റിഗ്രറ്റ് ആണ്. ടൈം വെറുതെ നമ്മൾ വെറുതെ ഇങ്ങനെ സ്പെൻഡ് ആക്കി അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാണ്ട് ഒക്കെ വല്ലാണ്ട് റിഗ്രറ്റ് അടിക്കും. ഓരോ ബുക്ക് വായിക്കുമ്പോൾ ചെയ്ത് എന്തിനാ പഠിച്ചത്, എന്തിനാ പാസ്സാവായിരുന്നു, അങ്ങനത്തെ ഒരു വല്ലാണ്ട് റിഗ്രറ്റാണ് സാറേ. അതുകൊണ്ട് പറഞ്ഞ ഈ പഠിക്കുന്ന പിള്ളേർ ഫോൺ വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കല് സ്റ്റോപ്പ് ആക്കുക. നമ്മളത് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള എന്തും ആയിക്കോട്ടെ. അതുപോലെ ഈ പാസ്സായ സ്റ്റുഡൻസ് ഈ ഫെയിലവരെ വെച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ആർഷിപ്പ് ചെയ്യുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ പോസ്റ്റ് കിട്ടി, അത് പറയലും സ്റ്റോപ്പ് ആക്കും. അത് വല്ലാത്തൊരു ഡീമോട്ടിവേഷനാണ്. ആ ഏരിയ ക്ലിയർ ആയില്ല. പാസ്സായ സ്റ്റുഡൻസ് ഞാൻ ഈ ഏരിയയിലാണ് അഡ്മിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അതിപ്പോ ഒരു ഫെയിലായ സ്റ്റുഡൻറ്, ഫെയിലായ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നെന്താ അടുത്ത പരിപാടിയും ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ആർഷിപ്പ് ചെയ്യാൻ പോകും നോക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോസ്റ്റിലേക്ക് ഞാൻ കയറിയത് അങ്ങനെ പറയുന്ന പകരം നോക്കടാ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അവരെ ഈ ഒരു സാറേ ഒരു അസൂയല്ല, ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവുക. ഞാനും അങ്ങനെ ആവാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാനും ആവണ്ടല്ലേ. ആ കുറ്റബോധം കാരണം നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് നമുക്കൊരു സങ്കടം പിന്നെ പഠിക്കുമ്പോൾ വരുക ബാക്കി എല്ലാത്തിനും കാട്ടി. ഈ അവരെ സപ്പോർട്ടാണ് വേണ്ടത്. പക്ഷെ അവരെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതൊരു ഡീമോട്ടിവേഷൻ ആവില്ല, മോട്ടിവേഷനെ കാട്ടി. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ കേസിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജസിലായിരുന്നോ അതോ ലാസ്റ്റിക്ക് എത്തിയപ്പോഴായിരുന്നോ? ഇനീഷ്യലി തന്നെ കുറച്ച് അറ്റംപ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണോ അതോ ലാസ്റ്റിക്കോ? അപ്പൊ ഈ കുറച്ചൊക്കെ മുന്നെയാണ് ഫ്രണ്ട്സിനും സി ക്വാളിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ആയത്. ഈ നവംബർ 23 തൊട്ടിട്ട് ഔട്ടാണ് ഫ്രണ്ട്സ് ക്വാളിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ആയത്. അന്ന് ഞാൻ സി ഇന്റർവ്യൂവിനും ക്ലിയർ ആയിട്ടില്ല. ജസ്റ്റ് ഒരു സി എ ഫൗണ്ടേഷൻ മാത്രം നിൽക്കുന്ന ബാക്കപ്പ് ഉണ്ടായി, ഒരു ഇത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല. അന്ന് എൻ്റെ കയ്യിൽ ഡിഗ്രി പോലും അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്ന അങ്ങനത്തെ ഫാക്ടർ എന്തായിരുന്നു? അപ്പോ ഐ അണ്ടർസ്റ്റാൻഡ് കമ്പാരിസൺ. നിങ്ങളെ കൂടെ പഠിച്ച ആൾക്കാർ അങ്ങനെ മേലേക്ക് കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ കുറെ ചിന്തകൾ വരും മൈൻഡിൽ, ഇൻക്ലൂഡിങ് റിഗ്രറ്റ് അടക്കം വരും. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിനെ തന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങളെ എങ്ങനെ അത് ഓവർകം ചെയ്തു? അപ്പോൾ അതായത് ഫാമിലി, കാരണം എനിക്ക് അവരെ നോക്കണം എന്തായാലും. കാരണം ഞാൻ മനസ്സിലായി സാർ, എനിക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. സി എ ഇന്റർ അല്ലെങ്കിൽ ഫാമിലി അറ്റാച്ച്മെന്റ്. എനിക്ക് ഈ കൊല്ലം എനിക്ക് അത്രയും കൂടി അറ്റാച്ച്മെന്റ് ആയത് ഫാമിലിയോടാണ്. എനിക്ക് പോകാൻ ഇപ്പം വലിയ ആഗ്രഹമില്ല. എനിക്ക് നാടിനെ ഏറ്റവും ഇഷ്ടം പോകാൻ നിൽക്കാൻ വേണ്ടി. പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടാൻ കാരണം ഈ സി ഇത്ര അറ്റംപ്റ്റ് എടുത്തുകൊണ്ടെന്ന് ഞാൻ പറയും. ഇങ്ങനെ കാരണം ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊന്നും എനിക്ക് ഇതുവരെ എത്താൻ കഴിയില്ല. ഉപ്പയും ഉമ്മയും ഉമ്മാമയും എല്ലാവരും. സഫൻ ഭായ്, നിങ്ങള് ഇതിന്റെ ഇടയിൽ പാരന്റ്സിനെ പറ്റി പറഞ്ഞതുകൊണ്ട് കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ചാൻസ് തരാണ് ഈ സെഷനിലൂടെ. ഈ സെഷൻ കാണുന്ന ഒരു പക്ഷേ എന്നല്ല, നമ്മൾ പല സെഷൻസും പ്രൊഫഷണൽ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ പാരന്റ്സ് കാണാറുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓപ്പൺലി അവരോട് സംസാരിക്കാൻ പറ്റും. വാട്ട് ഡു യു വാണ്ട് ടു സേ ടു ദ പാരന്റ്സ്? പല അറ്റംപ്റ്റ് എടുത്തിട്ട് ക്ലിയർ ചെയ്യാത്ത സ്റ്റുഡൻസ് ആവട്ടെ, അല്ലെങ്കിൽ സി എ കോഴ്സിൽ അല്ലെങ്കിൽ സി എം എനി പ്രൊഫഷണൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ആവട്ടെ, എന്താ നിങ്ങൾ പറയാം? ഇത് പറഞ്ഞു വെച്ചാല് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരു ഗെയിം പോലെയാണ്. പഠിച്ചാലും ഫെയിലാവും, പഠിച്ചില്ലെങ്കിലും ഫെയിലാവും. അങ്ങനത്തെ ഒരു കേസ് ഇതില്ല. പറഞ്ഞ എന്തെങ്കിലും അമ്മമാർക്ക് വിഷയമല്ല. ആ വേർഡ് ആക്ച്വലി ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. ആഹ് അവിടെ രണ്ട് എലിമെന്റ് ഉണ്ട്. ഓക്കെ,
ഓക്കെ ഓക്കെ ക്യാരി ഓൺ. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് എ ഗെയിം. പഠിച്ചാലും ഫെയിൽ ആവും, പഠിച്ചില്ലെങ്കിലും ഫെയിൽ ആവും. ഓക്കെ, സോ ഈ പഠിച്ചാലും ഫെയിൽ ആവുന്നവർ അത് അവരെടുക്കുന്ന എഫേർട്ട് കുറഞ്ഞതുകൊണ്ടല്ല സാറേ ഫെയിൽ ആവുന്നത്. കാരണം അവർക്കത് എത്താത്തതുകൊണ്ട് മാത്രം. എല്ലാവരുടെയും ക്യാപ്പബിലിറ്റി സ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് 3 hours ആണെങ്കിൽ അത് മനസ്സിലാകാൻ എടുക്കുന്ന കൺസെപ്റ്റ് 3 hours ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊന്ന് 1 hour ആവാം, അല്ലെങ്കിൽ 5 hours ആവാം, 6 hours ആവാം. ഇപ്പൊ ഞാനിപ്പം പാസ്സാവാൻ തന്നെ കാരണം പഠിച്ചല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പാസ്സായത്. എക്സ്പീരിയൻസ് മാത്രം, എക്സാം എഴുതി എക്സ്പീരിയൻസ് മാത്രം. നമ്മൾ എക്സ്പീരിയൻസ് ഷോർട്ട് ആക്കിയിട്ട് എന്താ പറയുക ആക്കിയെങ്കിൽ എനിക്ക് ഒന്ന് ഫസ്റ്റ് പാസ്സാൻ പറ്റുമായിരുന്നു. ഈ പാരൻസ് പറയാന്ന് വെച്ചാല് നിങ്ങളെ മക്കളെ പഠിക്കാനായിട്ട് മാത്രം വിടുക. നിങ്ങൾ വേറെ ഓരോ കാര്യങ്ങൾ ഒരു എന്താ പറയാ എൻഗേജ്മെന്റിൽ കൊണ്ടുപോകണ്ടിപ്പോ അവർക്ക് എന്താ വെച്ചാൽ ഇപ്പം എന്താ പറയാ സാർ, ഇപ്പം അവർക്ക് ഇപ്പം വേണ്ടത് ഇപ്പം വേറെ ഒരു കാര്യങ്ങളും അവരിലേക്ക് എത്തുമ്പം അവർ പഠിപ്പിന്റെ കോൺസെൻട്രേഷൻ എന്തായാലും മാറും. നമുക്കൊന്നും അത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവർക്ക് ഏറ്റവും വേണ്ട ഫാമിലി തന്നെയാണ്. അപ്പൊ ആരായാലും ഫാമിലിയെ ചൂസ് ചെയ്യും. വേറെ കുറെ എൻഗേജ്മെന്റ് ഉണ്ടാകുമ്പോൾ അവരെ ഡിസ്ട്രാക്ഷൻ എന്തായാലും മാറും നേരം. പിന്നെ വെച്ചാൽ പേരൻസ് പറഞ്ഞ് അവൻ ഡീമോട്ടിവേറ്റ് ചെയ്ത് നീ പഠിക്കാത്തതുകൊണ്ട് ഫെയിൽ ആയത്, അതുകൊണ്ട് ഇങ്ങനെ തീരെ പഠിക്കുന്നേ ഇല്ല, അങ്ങനത്തെ വിചാരങ്ങൾക്ക് വല്ലാണ്ട് വിഷമാവുക. സപ്പോർട്ടാണ് വേണ്ടത് നമുക്ക്. ഈ നോക്കടാ, നമുക്ക് അടുത്ത വർഷം നമുക്ക് നോക്കിയിട്ട് പഠിക്കാം, അതിന് ഫെയിൽ ആയത് കുഴപ്പമില്ല, അടുത്ത അറ്റംപ്റ്റ്. ഓരോ അറ്റംപ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് മാത്രം കാണും. നമുക്ക് അറ്റംപ്റ്റിന്റെ എണ്ണം നോക്കണം, റിസൾട്ട് മാത്രം നോക്കി സാറേ. ഫസ്റ്റ് ഓഫ് ഈ ഓൾ കമ്പയർ ചെയ്യാൻ സിയില് പാടില്ല. അപ്പുറത്തുള്ള സ്റ്റുഡന്റ് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് പാസ്സായി, ഇത് പഠിക്കാത്തതുകൊണ്ട് പാസ്സാവാത്തത്, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള സാധനം ഒഴിവാക്കുക. കാരണം ഓരോ പേഴ്സണും യുണീക്ക് ആണ്. സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞ മാതിരി കിട്ടാത്ത ഉടനെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കാതെ സപ്പോർട്ടീവ് വേർഡ്സ് കൊടുക്കുക. സപ്പോർട്ടീവ് വേർഡ്സ് കൊടുത്തിട്ട് പിന്നെ അഗെയിൻ അവർ പഴയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഉഴപ്പിയോണ്ട് തന്നെയാണ് ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. ഓക്കെ. പിന്നെ ഓക്കെ, സാറേ പിന്നെ വെച്ചാല് ഉള്ളൊരു സംഭവം എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഞാൻ മിക്കവാറും പഠിച്ചിട്ടായിരിക്കില്ല സാറേ പാസ്സായിട്ടുണ്ടാവുക. എൻ്റെ ഈ 15 അറ്റംപ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പാസ്സായതാവാം. നിങ്ങളെ കാരണം ബ്രദർ വെച്ചാല് എന്തുകൊണ്ടായിരിക്കും, യങ്ങർ ബ്രദർ എന്തുകൊണ്ടായിരിക്കും പാസ്സായിട്ടുണ്ടാവുക? അത്രയും ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട്. ഹാർഡ് വർക്ക് ഓന് പഠിച്ച് ലാസ്റ്റ് ഓന് ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് കണ്ണൂരിൽ സാറിന് വരെ കാണുന്നു. അങ്ങനത്തെ കേസാണ് അവന് പഠിച്ചത്. പക്ഷെ അങ്ങനെ പഠിക്കാൻ എനിക്ക് എന്തായാലും കഴിയില്ല. കാരണം ഒരുപാട് ഡിഫറെന്റ് സ്കില്ല് ഡിഫറെന്റ് ആയിരിക്കും മിക്കവാറും. സ്കില്ല് മാത്രമല്ല, സാഹചര്യം ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെ ഉണ്ടാവും, അത് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത്ര വേഗം പഠിച്ചാൽ നിൽക്കുന്ന മനസ്സിലാവാത്ത അങ്ങനെ പറ്റില്ല. അങ്ങനത്തെ കേസ് നമുക്ക് പിന്നെ ഇൻഡിവിജ്വൽ മെന്ററിങ് അങ്ങനത്തെ സംഭവം പിന്നെ സ്റ്റാർട്ട് ആവേണ്ടി വരും. ഓരോ മെന്ററിങ് ആയിട്ട്. പക്ഷെ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അറിയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു കോഴ്സ് അത് അത്യാവശ്യമാണ്. നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്താ പറയാ ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലൈക്ക് ഒരു ബേസിക് വെച്ചിട്ട് ഏറ്റവും ലോവർ ലെവലിൽ എങ്ങനെ ആൾക്ക് മനസ്സിലാവുക അതേ സെയിം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ക്ലാസ് ആവട്ടെ എന്തും ആവട്ടെ അങ്ങനെ. ഉം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ സഫാൻ? ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യണം എന്നുള്ള? എനിക്ക് ആകെ പ്ലാൻ ഈ മെന്ററിംഗ് സെഷൻ മാത്രമാണ് സാറേ. വെച്ചാൽ ഇപ്പം CA ഇങ്ങനെ ലൂപ്പിൽ പെട്ടുപോയവർ ഒരിക്കലും ആ ലൂപ്പിൽ തന്നെ ആവാണ്ട് ഇതുപോലെ ബാക്കപ്പ് പേഴ്സൺ കൂടി എടുത്തിട്ടൊന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ. പക്ഷെ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും കഴിയണമെന്നില്ല ആ സംഭവം. എന്റെ മെന്റാലിറ്റി പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ മെന്റാലിറ്റി ഉണ്ടാവുക. പക്ഷെ അത് എങ്ങനെയാണ് ആക്ഷൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഇൻഷാ അള്ളാ ഒരു ടീമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ലൈഫിൽ ഏത് സ്റ്റഡീസ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്തൊരു സംഭവം ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, അത് നമ്മൾ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെ, അതിന്റെ പാറ്റേൺ നോക്കിയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ എന്താ, അതിനെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിലൊരു ടീം വർക്ക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഉണ്ടാക്കാനും പറ്റും ഇൻഷാല്ലാ. അങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലെറ്റ്സ് സി, ഞാനും എനിക്കും ആ ടീമിന്റെ ഒരു പാർട്ടാവാൻ പറ്റുമെങ്കിൽ നമുക്ക് ടുഗദർ ഒന്ന് പ്ലാൻ ചെയ്തിട്ട്
we'll come up with some solutions. പിന്നെ സാറ് പിന്നെ പറയാൻ വെച്ചാല് എന്തുകൊണ്ടല്ലോ നമ്മൾ ഇതില്ലേ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു പേപ്പർ ഇപ്പോൾ എൻ്റെ കേസിലാട്ടെ, എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ സ്കോറിംഗ് ഒക്കെ എടുത്ത് അക്കൗണ്ട്സ് ആയിട്ട് അക്കൗണ്ട്സ് കൊണ്ട് മാത്രം ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ പാസ്സായത്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ പാസ്സാകാൻ കാരണം കോസ്റ്റിംഗ് മാത്രം. സാറിന് എൻ്റെ മാർക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഈ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ഈ ഡിമെറിറ്റ്സിന് ഫോക്കസ് ചെയ്തിട്ടൊന്ന് ഉഷാറാക്കുന്നതിന് പകരം നമ്മൾ മെറിറ്റ്സിന് ഫോക്കസ് ചെയ്ത് വീണ്ടും ഉഷാറാക്കാൻ നോക്കും. അപ്പം അങ്ങനത്തെ കേസിലാകുമ്പോൾ ഈ ഡിമെറിറ്റ്സിന്റെ എന്തെങ്കിലും ഒരു പോരായ്മ മെറിറ്റ്സിലേക്ക് നമുക്ക് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കേസിൽ ഇപ്പോൾ അക്കൗണ്ട്സ് 68, ലോ 47, ടാക്സ് 48. ആ അക്കൗണ്ട് 60 കൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം ലോ ടാക്സ് ഞാൻ പഴയ പോലെ തന്നെ പഠിക്കാതെ വേറെ ചേഞ്ച് ഒന്നും ഞാൻ ആക്കിയിട്ടില്ല. അക്കൗണ്ട്സിന് കുറച്ചുകൂടി ഉഷാറാക്കി ഞാൻ പഠിച്ചു. നമുക്ക് അക്കൗണ്ട്സും കോസ്റ്റും പ്രോബ്ലം ഒക്കെ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ നമ്മൾ ആക്കും. കാരണം ഇപ്പോൾ ഓഡിറ്റിംഗ് കേസ് ഭയങ്കര ടഫസ്റ്റ് പേപ്പർ ആവില്ല, ഓഡിറ്റിംഗ് ടാക്സും. നിങ്ങൾ ഏത് അറ്റംപ്റ്റ് മുതലാണ് ഈ പോളിസി അഡോപ്റ്റ് ചെയ്തത്? ലൈക്ക് അക്കൗണ്ട്സ് നിങ്ങളെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് അതിൽ തന്നെ വീണ്ടും ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് ലൈക്ക് നിങ്ങളെ എത്രാമത്തെ അറ്റംപ്റ്റ് മുതൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും? 22 അറ്റംപ്റ്റ്. കേട്ടില്ല. നവംബർ 2022. ഐ തിങ്ക് എൻ്റെ സിക്സ്ത് അറ്റംപ്റ്റ്. സിക്സ്ത് അറ്റംപ്റ്റ്. ഞാൻ ഓക്കെ കുറച്ച് അറ്റംപ്റ്റിന്റെ മാർക്ക് വെച്ചാൽ അക്കൗണ്ട്സ് 68, ഓക്കെ, പിന്നെ ലോ 32, കോസ്റ്റിംഗ് 58, പിന്നെ ടാക്സ് 33. ഇങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടായത്. ഓക്കെ. ഞാൻ എഴുതിയത് സ്ക്രീനിൽ കാണുന്നുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. ഈ അറ്റംപ്റ്റിൽ എനിക്ക് അക്കൗണ്ട്സ് എക്സംഷൻ കിട്ടി, കോസ്റ്റ് എനിക്ക് 2 മാർക്ക് എക്സംഷൻ പോയി. ഓക്കെ. ഈ കേസ് നേരെ ഉൾട്ടേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ആ ടാക്സും ലോൺ കൂടി ഉഷാറാക്കി നമുക്ക് അറ്റംപ്റ്റ് പാസ്സാൻ പറ്റുമായിരുന്നു. ഓക്കെ. സോ പിന്നത്തെ അറ്റംപ്റ്റ് പിന്നെ എന്താക്കിയാൽ ടാക്സിനും അങ്ങനെ ഉഷാറാക്കേണ്ട ബാക്കി പേപ്പേഴ്സ്. ഇപ്പൊ കോസ്റ്റ് എനിക്കിപ്പോൾ ഓൾറെഡി അക്കൗണ്ട്സ് എക്സംഷൻ കിട്ടി. ഓക്കെ. പിന്നെ മെയ് 23 അറ്റംപ്റ്റിൽ ഇത് ആ ടൈം കോസ്റ്റ് ഉഷാറാക്കിയെങ്കിലും ആ അറ്റംപ്റ്റ് അവർ കോസ്റ്റ് വല്ലാണ്ട് ടഫാക്കിയത്. വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയിട്ടില്ല. ആ പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സഫാൻ. ഈ പറഞ്ഞ പോയിന്റിലുള്ള ഒരു പെർട്ടിക്കുലർ ഡേഞ്ചർ അതാണ്. ലൈക്ക് നമ്മള് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവാം, ആ പേപ്പറാണ് അറ്റംപ്റ്റിൽ അവർ ഏറ്റവും ടെക്നിക്കൽ ആക്കിയതും. നമ്മൾ വീക്ക് ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവാം, ആ പേപ്പറാണ് ആ അറ്റംപ്റ്റിൽ ഈസി ആക്കിയതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷൻ കംപ്ലീറ്റ്ലി പാളും. അത് നമ്മൾ ഈ പ്രൊബബിലിറ്റി എന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മൾ അതേമാതിരി പാറ്റേൺസ്, അത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം വർക്കാവും. എങ്ങനെ അറിയാം? ബോത്ത് ഗ്രൂപ്പ് നോക്കാൻ ടൈമില്ലാത്തൊരു കുട്ടി ഫസ്റ്റ് ഗ്രൂപ്പ് സീരിയസ് ആയിട്ട് നോക്കിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഒരു പേപ്പർ എക്സംഷന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഈ അഡ്വൈസ് കൊടുക്കാം. അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയൊരു കുട്ടിക്ക് ഒരു ഗ്രൂപ്പിൽ എല്ലാം ബോത്ത് ഫെയിലായി, ഒരു ഗ്രൂപ്പിൽ അത്യാവശ്യം മാർക്സ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ മാർക്സ് കുറവാണ്, അവിടെ നമുക്ക് അടുത്ത അറ്റംപ്റ്റിലേക്ക് നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പാണ് നോക്കണമെങ്കിൽ നമ്മൾ ഈ മാർക്സിന്റെ ബേസിസിൽ ഈ ഗ്രൂപ്പ് എഴുതിക്കോളൂ എന്ന് പറയാം. അതല്ലാതെ CA കോഴ്സിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ, ഒരു കുട്ടിക്ക് ഇപ്പൊ അക്കൗണ്ട്സിൽ 58 കിട്ടി, ലോയിൽ ഫോർ എക്സാമ്പിൾ 39 കിട്ടി. അടുത്ത അറ്റംപ്റ്റ് എനിക്ക് അക്കൗണ്ട്സ് 58 കിട്ടിയല്ലോ, എന്നാൽ ഇപ്രാവശ്യം അതിൽ വല്ലാതെ എഫേർട്ട് കൊടുക്കണ്ട, ലോയിൽ നല്ലോണം കൊടുക്കാം, ആ അഡ്വൈസും തെറ്റാണ്. കാരണം അടുത്ത അറ്റംപ്റ്റ് നേരെ തിരിച്ചാവും. പല അറ്റംപ്റ്റ്സ് ഉണ്ട് സ്റ്റുഡൻസിന് പഠിക്കാതെ എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടിയ കേസസ്, പാസ്സായിട്ടില്ല പക്ഷെ നല്ല മാർക്ക് കിട്ടി, എന്നിട്ട് അടുത്ത അറ്റംപ്റ്റ് നല്ലോണം പഠിച്ചിട്ട് കഴിഞ്ഞ അറ്റംപ്റ്റ് അത്ര പോലും മാർക്ക് സ്കോർ ചെയ്യാത്ത കേസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനടക്കം CA ഫൈനലിൽ എന്റെ സ്ട്രോങ്ങസ്റ്റ് പേപ്പർ SFM ആയിരുന്നു, ഇപ്പൊ നമ്മൾ AFM എന്ന് പറയാം. ഐ വാസ് 100% ഷുവർ 70+ എനിക്ക് ഉറപ്പാണ്. എനിക്ക് അതിൽ 43 കിട്ടിയിട്ടുള്ളൂ. 2 പേപ്പർ ഞാൻ ഉറപ്പിച്ചതാ പൊട്ടും എന്നുള്ളത്, ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ്. എനിക്ക് 2 എക്സംഷനും ഉണ്ട്. അപ്പോ ഇങ്ങനൊരു പാറ്റേൺ ഉണ്ട് സഫാൻ. അത് നമ്മള് എന്താ പറയാ, നമ്മൾ ഓവർ ദി പീരീഡ് നമ്മൾ ലേണിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളായാലും നിങ്ങൾ ഈ ഫീൽഡിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ
പഠിച്ച പാറ്റേൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ റിയലൈസേഷൻ 6th അറ്റംപ്റ്റ് നിങ്ങൾക്ക് റിയലൈസേഷൻ വന്നു എന്ന് പറഞ്ഞു, എന്നിട്ടും ആക്ച്വലി ഇപ്പം 15th അറ്റംപ്റ്റിലാണത്. ആ ഞാനിപ്പോ എങ്ങനെ പഠിച്ചിട്ടും നമുക്ക് ടാക്സും മറ്റേ മാർക്ക് കൂടുന്നില്ല, ആ സെയിം ലെവലിൽ നിൽക്കും. ഓക്കെ ഇപ്പോ എത്ര ഇപ്പോ മുൻ അറ്റംപ്റ്റ് എടുത്ത സമയത്ത് ടാക്സ് മാർക്ക് 37 ഉണ്ടായത്, 37. ഓക്കെ ഓക്കെ, അത് ഫുൾ അറ്റംപ്റ്റ് ഞാൻ കുറച്ചും കൂടി പഠിച്ചു, സെയിം മാർക്ക് ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടില്ല, ഓക്കെ 37 മാർക്ക്. ഓക്കെ ഞാൻ പിന്നെ കാര്യമായിട്ട് നോക്കാണ്ട് ലോ കുറച്ചും കൂടി നോക്കി. ഓക്കെ ഞാൻ പിന്നെ CF ഇത് ഇതിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിന് ക്ലിയർ ആക്കിയത്. ഓക്കെ ആ അറ്റംപ്റ്റിൽ ഞങ്ങൾക്ക് അക്കൗണ്ട്സ് 68 എക്സംഷൻ ഉള്ളതുകൊണ്ട് ലോ ഓക്കെ 47, ടാക്സ് 48 ഓക്കെ അങ്ങനെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു സാർ, നമുക്കിപ്പോ എങ്ങനെ പഠിക്കേണ്ട ഒരു എന്താ പറയാ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവണം, നമ്മൾ എങ്ങനെ പഠിച്ചാലും പാസ്സാവണം. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായ സമയത്ത് ഞാൻ കോസ്റ്റിങ്ങും FM കുറച്ച് വൃത്തിക്ക് നോക്കിയിരുന്നു. ഓഡിറ്റിങ്ങും SM തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കിയത്. SM വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു സിമ്പിൾ ലാംഗ്വേജ് ആയതുകൊണ്ട് ബൈ ഹാർട്ട് ആക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നോക്കിയെങ്കിലും, പക്ഷെങ്കിൽ എക്സാം സമയത്ത് കോസ്റ്റിംഗ് എക്സാം കുഴപ്പമുണ്ടായിട്ടില്ല, എക്സാം ഈസി ആയിരുന്നു, കുഴപ്പമില്ല. എനിക്ക് അതേപോലെ ഫെയിൽ ആയിട്ട് എനിക്ക് എക്സാംഷൻ ഉറപ്പുണ്ടായിരുന്നു കോസ്റ്റിംഗിൽ. പക്ഷെ ഓഡിറ്റിങ് അവര് അത്രക്കും പേപ്പർ ഈസി ആക്കിയിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്കറിയാം, പക്ഷെ നമുക്കത് എത്രത്തോളം എഴുതാൻ തന്നെ പറ്റിയിട്ടില്ല ഓഡിറ്റിംഗ് എക്സാം. FM അവര് രാത്രിക്ക് പഠിച്ച് പോയിട്ടും അവര് പക്ഷെ FM അവര് ടഫ് ആക്കിയത്, SM കുഴപ്പമില്ല, അവർ FM ടഫ് ആക്കി. അപ്പോൾ എങ്ങനെ നോക്കിയാലും എനിക്ക് ഇപ്രാവശ്യം ഒരു പേടി ഉണ്ടായിരുന്നു, എഗ്രിഗേറ്റ് ആയിട്ടും പോയി പോകും. പക്ഷെ അൽഹംദുലില്ലാ പാസ്സായി. അത് 70 മാർക്ക് കോസ്റ്റിംഗ്, 42 ഓഡിറ്റിംഗ്, 40 FM SM. ഞാൻ മെയിൻ ഫോക്കസ് ചെയ്ത് കോസ്റ്റിംഗ് ഫോക്കസ് ചെയ്ത്, ഓക്കെ അതുകൊണ്ട് മാത്രം നമുക്ക് ഗ്രൂപ്പിൽ എഗ്രിഗേറ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞു, നമുക്കിപ്പം എന്താ പറയാ നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ക്ലാരിഫൈഡ് ആക്കാൻ പറ്റുമെങ്കിലും അത് കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിരിക്കും. അറിയാത്ത പേപ്പർ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ലാസ്റ്റ് ഒന്നെങ്കിൽ മൊത്തത്തിൽ പോവുക ചെയ്യാം, അല്ലെങ്കിൽ അഥവാ പാസ്സാകാൻ പറ്റും. മനസ്സിലായി. എല്ലാ സബ്ജക്റ്റും ഫസ്റ്റ് ഓഫ് ഓൾ സേഫ് സോണിലേക്ക് എത്തിച്ചിട്ട് പിന്നെ നമ്മൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈസിലി ഒരു പേപ്പറിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്ന പേപ്പറിലേക്ക് നമ്മൾ കുറച്ച് അഡീഷണൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അഗ്രിഗേറ്റ് ഉണ്ടാക്കാൻ നോക്കുക. യെസ്, സംവേ അവർ നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ഓഫ് ആവണം. ഇങ്ങനെയൊക്കെ ഞാനും ചെയ്തിരുന്നു ടു സം എക്സ്റ്റെന്റ്, ശരി തന്നെയാണ്. അതിൻ്റെ കൂടെ ആ അറ്റംപ്റ്റ് ആ പേപ്പർ കുറച്ച് ലിബറലായി വരികയാണെങ്കിൽ നമ്മൾ ലക്കിയായി ചെയ്തു. പ്രോബാബിലിറ്റീസ് നോക്കിയ സാറെ മനസ്സിലാവും. പ്രോബിലിറ്റിയല്ല, പ്രീവിയസ് പേപ്പർ വെച്ചിട്ട് IC ഒരിക്കലും 2 കണ്ടിന്യൂസ് അറ്റംപ്റ്റിൽ പേപ്പർ ടഫാക്കാൻ ചാൻസ് ഇല്ല. ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റിംഗ് കുറച്ച് ടഫായിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം കോസ്റ്റിംഗ് ആവുമ്പോൾ ഈസിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം കോസ്റ്റ് ടഫാക്കാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഞാൻ പാസ്സായത്. അങ്ങനെ ഓക്കെ ICന്റെ ഒരു പാറ്റേൺ പോലെ ഉണ്ടാവുക. കാരണം ഒരു അറ്റംപ്റ്റിൽ വോട്ടിംഗ് ടഫ് ആണെങ്കിൽ അടുത്ത വോട്ടിംഗ് ഈസി ആയിരിക്കും, ഒരു കഥക്കും ടഫായിട്ട് ഉണ്ടാവും. ഓക്കെ, അത് ഒരു ലോങ് ടോപ്പിക്കാ സഫാൻ, ഡിബേറ്റബിൾ ടോപ്പിക് ആണ് അത്. പാറ്റേണിൽ September 25 അറ്റംപ്റ്റിലെ ലോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ലോ എഴുതിയിട്ടില്ല, നിങ്ങൾ പാസ്സായി, അതിന് മുന്നേ ക്ലിയർ ചെയ്തു. യാ, ദാറ്റ് വാസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എന്നുള്ളതല്ല, ഭയങ്കര ഹെവി അടിപൊളി സാധനം കൊടുത്ത് പേപ്പറിൽ ഒരു നിലക്കും, അതായത് വായിച്ചാൽ തീരാത്ത പാറ്റേണുള്ള സാധനം. September 25 അറ്റംപ്റ്റ് January 26 എത്തിയപ്പോഴും ഏകദേശം ഒരു മീൻസ് അത്ര ഇല്ലെങ്കിൽ പോലും. റെഡി സഫ്വാൻ? യെസ്, നമ്മളെ സെഷൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ഫ്രീ സെഷനൂടെ അവിടെ സൂമിന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞ് കട്ടായി. ദിസ് ഇസ് ദ തേർഡ് സെഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ഐ വാസ് സെയിങ് വാസ്, സെപ്റ്റംബറിലും ജാനുവരിയിലും അത്യാവശ്യം അടുപ്പിച്ച് 2 കോൺസിക്യൂട്ടീവ് അറ്റംപ്റ്റിൽ ലോ പേപ്പർ അത്യാവശ്യം നല്ല ടെക്നിക്കലാക്കിയ കേസ് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു. സോ അതൊരു ഓക്കെ. അതേപോലെ വേറെ സംഭവമായിരുന്നു, 2 കോൺസിക്യൂട്ടീവ് അറ്റംപ്റ്റിൽ അടുപ്പിച്ചിട്ട് അറ്റംപ്റ്റ്സ് ചെയ്ത ഓർമ്മയില്ല, CA ഇന്റർമീഡിയറ്റിലെ ലോ പേപ്പറിലെ ആനുവൽ റിട്ടേണിന്റെ കോണ്ടന്റ് എന്തൊക്കെയാന്നുള്ളത് ഒരു അറ്റംപ്റ്റിൽ ചോദിച്ചിരുന്നു. തൊട്ടടുത്ത അറ്റംപ്റ്റിൽ സെയിം ക്വസ്റ്റ്യൻ, ആനുവൽ റിട്ടേണിന്റെ കോണ്ടന്റ് എന്തൊക്കെയാണ്.
അങ്ങനെയും വന്നിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ സാധാരണ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കും. എന്തിന്? അത് ആ അറ്റംപ്റ്റിൽ ചോദിച്ചല്ല, അപ്പൊ ഈ അതെ. വട്ടം ചോദിക്കൂല എന്ന് കരുതി സ്കിപ്പ് ചെയ്യാം. ഇത് മൾട്ടിപ്പിൾ ടൈം ഉണ്ടായ സാധനമല്ല കേട്ടോ. ഒറ്റ വട്ടം ഇങ്ങനത്തെ സെനാരിയോ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബട്ട് യാ, അങ്ങനെയും സംഭവിക്കാറുണ്ട്. മോറൽ ഓഫ് ദി സ്റ്റോറി, പ്രൊഫഷണൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ട്രിക്കിയാണ്. ട്രിക്കി എല്ലാം എന്താ, ആ ഒന്നും പറയാൻ പറ്റില്ല. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് എന്നാണ്. എന്നോട് ചില സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടാവും. സാറേ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതാന്ന് പറഞ്ഞിരുന്നില്ല. കുറെ ഫാക്കൽറ്റി അവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, യൂട്യൂബിൽ പറയുന്നുണ്ട്. നമ്മളും പറയും ആയിക്കോട്ടെ, നമുക്കിപ്പോ ആ നോളജ് ഉണ്ടെങ്കിൽ നമ്മള് 16-18 ദിവസം 7-8 മണിക്കൂർ നമ്മള് ത്രോട്ടും പൊട്ടിച്ച് ക്ലാസ് എടുക്കാൻ നിൽക്കൂല. ഞാൻ വല്ല മലന്റെ മേലെ ബാബായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി, എനിക്കുള്ള ഗുരുദക്ഷിണ തരാ, കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്യായിരുന്നു. കാരണം ഇതേ സ്റ്റുഡൻസ് അത് പറയുന്ന ഫാക്കൽറ്റികളെ കുറ്റം പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഫാക്കൽറ്റി പറഞ്ഞത് മാത്രം പഠിച്ചു, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും പറയുന്നുണ്ട്. സോ വെറുതെ തന്നെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ സഫാൻ, പെർഹാപ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് കേട്ടോ. അതിന് ബേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ടാണ് ചോദിക്കണത്. നിങ്ങളൊരു ടൈം മെഷീൻ യൂസ് ചെയ്തിട്ട് ടൈം തിരിച്ച് ബാക്കൊക്കെ പോവാണ് 2020യിലേക്ക്. നിങ്ങളെ CA ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് ഡേ, പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ഡേയിലേക്ക് നിങ്ങൾ തിരിച്ചെത്താണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയും ചെയ്യാം. ഇങ്ങനെയൊക്കെ 16 അറ്റംപ്റ്റ് എടുത്ത സഫ്വാന് തിരിച്ച് ടൈം മെഷീൻ വെച്ചിട്ട് ബാക്കൊക്കെ വന്നതാണെന്നും കാര്യങ്ങളെല്ലാം. എന്ത് മാറ്റമായിരിക്കും നിങ്ങൾ ചെയ്യുക നിങ്ങളെ പ്രിപ്പറേഷനിൽ? സാർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റി ഏറ്റവും വലിയ മിസ്റ്റേക്ക് പ്രാക്ടീസ് ഇല്ലാത്ത പ്രശ്നം. ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന വൃത്തിക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കും എങ്ങനെയെങ്കിലും. അത് ഓക്കെ. ഉറക്കം വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ആ ടൈമും മറ്റേ സംഭവം വരുന്നുണ്ടെങ്കിൽ മറ്റേ എന്താ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ലേ, ആ. ഫാമിലി ഓർ CA, അത് വരുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ ചെയ്ത് നോക്കില്ല. ഓക്കെ. വൃത്തിക്ക് പഠിക്കുക എന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ലൈക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങൾ അപ്രോച്ചിൽ ചെയ്യണ്ടാവും? ഒരു പക്ഷേ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില എലിമെന്റ്സ് അത് ശരിയായില്ല, അത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറെ സംഭവങ്ങൾ ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ വാട്ട് എവർ, ആ 15 അറ്റംപ്റ്റിന്റെ കൂടി ഒന്നിച്ച് ഒറ്റ അറ്റംപ്റ്റിലേക്ക് ആ മിസ്റ്റേക്സ് ഫുള്ളാണ് അവോയ്ഡ് ചെയ്യുക, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആ ഒരു സ്ട്രാറ്റജി? സ്ട്രാറ്റജി മീൻസ് ഞാൻ മനസ്സിലായി, ഞാൻ എൻ്റെ ഈ അക്കൗണ്ട്സ് പോലെ ഫസ്റ്റ് വായിച്ചിട്ടാണ് പോയത്, പഠിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ. അങ്ങനത്തെ ഒരു ഇഷ്യൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മൾ വൃത്തിക്ക് ഇരുന്നിട്ട് പഠിക്കാം, വേറെ ഒരു എന്താ പറയാ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട്. എന്നാലേ ഈ പ്രൊഫഷൻ നമുക്ക് പാസ്സാവാൻ പറ്റും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ കേസ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഡിസ്ട്രാക്ഷൻ ആയിട്ട് പഠിച്ച് എനിക്കിപ്പോൾ ഡിസ്ട്രാക്ഷൻ കണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്ക് നോട്ട് പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ ഒച്ചപ്പാട് കേൾക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. അങ്ങനത്തെ കേസ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഫസ്റ്റിന് ഒന്നും ക്ലീൻ മൈൻഡ് ആയിട്ട് പഠിപ്പ് മാത്രം ഫോക്കസ് ആയിട്ട് ഇരുന്ന് പഠിക്കാം. പഠിച്ചാൽ മാത്രം മക്കളെ പാസ്സാവും, അതായത് ഒരു ഇതിലും പാസ്സാവില്ല. ഓക്കെ. ഇത്രയും സാർ. അപ്പൊ പഠിച്ചാലും പിന്നെ പറയാൻ പാസ്സാവും അല്ലേ? അല്ല, നേരത്തെ പറഞ്ഞ കാര്യം പഠിച്ചാലും അത് പഠിച്ചാലേ പാസ്സാവും. പക്ഷെ ചില കേസിൽ പഠിച്ചാലും ഫെയിൽ ആവും. ഫെയിൽ ആവും, രണ്ട് പഠിച്ചില്ലെങ്കിൽ. കേസ്. ഓക്കെ. ഇപ്പോഴാണ് ആ മീനിങ് ക്ലിയർ ആയത്. ഓക്കെ. യാ. ഓക്കെ. ഓക്കെ. നിങ്ങളെന്തോ പറയുന്നു? യാ. പിന്നെ ഈ ഇടയിൽ വായിച്ചൊരു കോട്ട് ഉണ്ട്, യാ. darkness never dim the moon and stars, it give them a chance to shine in. ഒന്നുകൂടി പറ, ക്ലിയർ ആയില്ല. Darkness never dims a moon and star, it gives them a chance to shine. ഇത്രയും സാറേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളി. ദാറ്റ് വാസ് വണ്ടർഫുൾ. ഇറ്റ് വാസ് നൈസ് സഫ്വാൻ ടു ഹാവ് യു ഇൻ ദിസ് സെഷൻ. ഇൻഷാല്ലാ നിങ്ങൾ ഇതിൽ പറഞ്ഞ പല സംഭവങ്ങളും മേ ബി ഈ ഒരു സെഷന്റെ ഒരു എൻഡിങ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ പറഞ്ഞ ഒരുപാട് നിങ്ങളെ ഇന്റൻഷനും ഇതിൽ ക്ലിയർ ചെയ്യാത്ത സ്റ്റുഡൻസിനുള്ള നിങ്ങളെ സപ്പോർട്ടീവ് സാധനങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ എന്തൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്കത് ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യുക തന്നെ ചെയ്യാം സീരിയസ് ആയിട്ട്. യെസ് സഫാൻ, എന്താ പറയാൻ വരുന്നു? സാറിന്റെ ഒരു ആർട്ടിക്കിള് ഫ്രീ മെന്ററിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഓക്കെ. ഷഹാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ആ. ഓക്കെ. ആ. ഓക്കെ. 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 ആ. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഓക്കെ.
ഇൻഷാല്ലാ ഡെഫിനറ്റ്ലി. ഷഹാനെ മിഞ്ഞാന്നുകൂടി കോൺടാക്റ്റിലായിരുന്നു. ഷഹാൻ ഇപ്പോൾ ഫൗണ്ടേഷൻ റിസൾട്ട് വന്നപ്പോഴും ഷാന് എന്താണ് ഓഫ്ലൈൻ ആയിട്ട് മെന്ററിങ് ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അവിടെ ആർട്ടിക്കൽഷിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഹി വാസ് ലൈക്ക് അവിടെ പഠിച്ച കുറച്ച് കുട്ടികൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത, അപ്പോൾ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ മെന്ററിങ്ങിന്റെ സംഭവം ഡിസ്കഷനിൽ എത്തിയിട്ടില്ല. അത് നല്ല ഇന്റൻഷനാണ്. ഇൻഷാല്ലാ ലെറ്റ്സ് സീ. ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഷെഹാൻ. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഓക്കെ ദെൻ സഫാൻ, വാസ് നൈസ് ഹാവിങ് യു ഹിയർ. സ്റ്റേ ഇൻ ടച്ച്. ഇൻഷാല്ലാ കാണാൻ നേരം. ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.